കഥ തുടരുന്നു. വീട്ടിൽ തന്നെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു മീരയുടെ സഹോദരൻ രാജീവ്. നീ എന്തിനുള്ള പുറപ്പാടായത്? മുറിയിലേക്ക് വന്ന ബാമ അരിശപ്പെട്ടു. ഇങ്ങനെ ഇരുന്ന് കുടിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമോ? അവൻ അവരെ സൂക്ഷിച്ചൊന്ന് നോക്കി. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ തള്ളേ നിങ്ങളും പറയുന്നത്? തലകുത്തി നടക്കണോ? രാജീവിന് ദേഷ്യം വന്നു. തലകുത്തിയൊന്നും നടക്കണ്ട. ആണുങ്ങളായാൽ ചതിച്ചവരോട് പകരം ചോദിക്കെങ്കിലും വേണം. മുഖം വെട്ടിത്തിരിച്ച് ബാമ തിരിച്ചു നടക്കാൻ ഭാവിച്ചു. അപ്പോഴാണ് മുറ്റത്ത് ബൈക്കിൽ പ്രസാദ് വന്നിറങ്ങിയത്. ബാമ വരാന്തയിലേക്ക് ചെന്നു. അവൻ എന്തിയാ ആൻറ്റി? രാജീവ് മുറിയിലുണ്ട്. എന്ത് പറയാനാ പ്രസാദേ? കുടിയോട് കുടി തന്നെ. പ്രസാദ് മൂളി. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. രാജീവിൻ്റെ മുറിയിലെത്തിയ പ്രസാദ് ആകെ ഒന്ന് നോക്കി കണ്ടു. കൊള്ളാമല്ലോടാ. ഏതാ ബ്രാൻഡ്? അവൻ കുപ്പി ഉയർത്തി കാണിച്ചു. 8 PM. അവനെതിരെ പ്രസാദും ഇരുന്നു. ഇങ്ങനെ ഇവിടെ തന്നെ ചടഞ്ഞുകൂടാതെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങടാ കൂവേ. എങ്ങോട്ട് പോകാനാ? ആളുകളുടെ മുഖത്ത് നോക്കുമ്പം ഒരു അതേയുള്ളോ കാര്യം? അവൻ ചിന്തിക്കുന്നതായി ഭാവിച്ചു. ഇപ്പോൾ പറ്റിയ ഒരു സന്ദർഭം വന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ ഗുണം പലതാ. മനസ്സിലായില്ല എന്ന ഭാവത്തിൽ രാജീവ് പ്രസാദിനെ നോക്കി. അവൻ വിശദീകരിച്ചു. മീര പ്രസവിച്ചു പെൺകുഞ്ഞ്. അക്കാര്യം നീ അറിഞ്ഞോ? ഞാൻ എന്തിനറിയണം? അവൾ പെറുകയോ തൊലയുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതല്ലടാ വേണ്ട. പ്രസാദ് കസേര അല്പം കൂടി മുന്നോട്ട് നീക്കിയിട്ടു. നീ പോയി അവളുടെ കുഞ്ഞിനെ കാണണം. ഗോകുലുമായി അടുക്കണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതാ നിന്റെ കാര്യം. പ്രസാദ് മുഷിച്ചിലോടെ തുടർന്നു. ഗുണമുള്ള കാര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞില്ലേ? എന്തു ഗുണം? മീനാക്ഷി അമ്മയും ഗോകുലും കൂടി തെറ്റിയിരിക്കുക. ഇപ്പോൾ അവർ പരസ്പരമാണ് ഏറ്റവും ശത്രുത. അതുകൊണ്ട് ഇപ്പോൾ ആരുടെ കൂടെ കൂടിയാലും പ്രയോജനം നിനക്കാ. രാജീവ് ചിന്തിച്ചിരുന്നു. പ്രസാദ് തുടർന്നു. നീ ആദ്യം ഗോകുലിൻ്റെയും മീരയുടെയും അടുത്ത് പോകണം. അവരുമായി അടുക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക്. ഗോകുലിനെയും മീരയെയും ഒതുക്കാൻ നിന്നേക്കാൾ പറ്റിയ ഒരാളില്ലെന്ന് ആൻറ്റിക്ക് ശരിക്കറിയാം. കമ്പനിയുടെ സ്റ്റേ നീക്കി തരികയും ചെയ്യും. രാജീവിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. പ്രസാദ് വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവന് അർദ്ധസമ്മതമായി. ഞാൻ ആദ്യം ആരെ കാണണം? മീരയെയും ഗോകുലിനെയും തന്നെ. അവരുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ വിളിക്കണം. ആൻറ്റിയുമായി എങ്ങനെ സന്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. രാജീവ് ഒന്ന് തലയാട്ടി. താൻ വന്ന കാര്യം വിജയിച്ച മട്ടിൽ പ്രസാദ് എഴുന്നേറ്റു. സന്ധ്യയോടടുത്ത് നേരത്താണ് രാജീവ് ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലിലെത്തിയത്. മീര കിടന്നിരുന്ന മുറിയുടെ വാതിലിൽ ചാരിയിരിക്കുകയായിരുന്നു. അവൻ അതിൽ തട്ടി. കയറി വാ. അകത്തുനിന്ന് ഗോകുലിൻ്റെ ശബ്ദം. അവൻ അകത്ത് കയറി. കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഗോകുൽ. മീര അത് നോക്കി കിടക്കുകയായിരുന്നു. രാജീവിനെ കണ്ടതേ ഇരുവരുടെയും മുഖം ഇരുണ്ടു. എന്താ? ഒട്ടും മയമില്ലാതെ ഗോകുലിൻ്റെ ചോദ്യം. പെങ്ങൾ പ്രസവിച്ചെന്നറിഞ്ഞ് കാണാമെന്നതാ. അവൻ കയ്യിലിരുന്ന ഓറഞ്ച് പാക്കറ്റ് മേശപ്പുറത്ത് വയ്ക്കാനഞ്ഞു. ഒരുത്തൻ്റെ സഹായം ഇവിടെ വേണ്ട. ഗോകുൽ തടഞ്ഞു. പെങ്ങളെന്ന് നീ പറഞ്ഞല്ലോ. ആരുടെ പെങ്ങള്? മീര നിന്റെ പെങ്ങളല്ലെന്ന് നിനക്കും മീരയുടെ അച്ഛനല്ല നിന്റെ അച്ഛനെന്ന് മീരയ്ക്കും ശരിക്കറിയാം. ഗോകുൽ. രാജീവിന് ദേഷ്യം വന്നു. ഗോകുൽ പറഞ്ഞതിൽ എന്താ തെറ്റ്? മീര തല ഉയർത്തി. എൻ്റെ അച്ഛനെ കൊന്നതല്ലേ നിങ്ങൾ? അതേടി. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഉറക്കെയാണ് രാജീവ് ചോദിച്ചത്. കുഞ്ഞിനെ മീരയുടെ അരികിൽ കിടത്തിയിട്ട് ഗോകുൽ തിരിഞ്ഞു. ഇറങ്ങടപ്പുറത്ത്. ഇല്ലെങ്കിലോ? രാജീവ് വിറഞ്ഞു നിന്നു. അടുത്ത മുറികളിലും ഇടനാഴിയിലും ഉണ്ടായിരുന്നവരൊക്കെ ഓടിക്കൂടി. വാച്ചർമാരും പാഞ്ഞെത്തി. എല്ലാവരും ചേർന്ന് രാജീവിനെ പറഞ്ഞയച്ചു. ഇനിയും ഞാൻ വരും. നീ എന്ത് ചെയ്യും? രാജീവ് വെല്ലുവിളിച്ചു. അതിനു മുമ്പ് നിന്നെ ഞാൻ കൊല്ലും. ഗോകുൽ നിന്ന് കിതച്ചു. ഗോകുൽ ഇങ്ങോട്ട് വാ. ഗോകുൽ. മീര വിളിക്കുന്നു. തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നവരെ അവഗണിച്ച് ഗോകുൽ മുറിയിലേക്ക് തിരിച്ചു കയറി. ഹോസ്പിറ്റൽ മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രാജീവ് പ്രസാദിനെ വിളിച്ച് വിവരം പറഞ്ഞു. കാര്യമാക്കണ്ട, നീങ്ങു പോരെ. ഞാൻ നമ്മുടെ ഇടത്താവളത്തിലുണ്ട്. ശരി. രാജീവിൻ്റെ റോയൽ എൻഫീൽഡ് സ്റ്റാർട്ടായി. പുഞ്ചപ്പാടത്തിനടുത്തുള്ള ഒരു പരന്ന പാറപ്പുറത്താണ് അവരുടെ ഇടത്താവളം. ഒരു ഭാഗത്ത് പുഞ്ചയും മറുഭാഗത്ത് കാളപ്പുല്ലുകൾ നിറഞ്ഞതുമായ സ്ഥലം. പുല്ലുകളെ ബൈക്കിൻ്റെ വെളിച്ചം തൊട്ടൊഴിഞ്ഞു. പ്രസാദിൻ്റെ ഹീറോ ഹോണ്ടയ്ക്ക് അരികിലായി ബുള്ളറ്റ് വെച്ചിട്ട് രാജീവ് പാറപ്പുറത്തേക്ക് ചെന്നു. പ്രസാദ് അവിടെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. വാളിയാ ഇരിക്കെ. പ്രസാദ് ക്ഷണിച്ചു. രാജീവും പാറപ്പുറത്തിരുന്നു. അവൻ തന്നെ ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്ന് വെള്ളം പോലും ചേർക്കാതെ അകത്താക്കി. അപ്പോൾ അവൻ നിന്നെ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി അല്ലേ? രാജീവ് മൂളി. നന്നായി. അതെന്താ? രാജീവ് വീണ്ടും മദ്യം പകർന്നു. അവൻ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് സാക്ഷികൾ ഏറെയുണ്ട്. ഉണ്ട്. പക്ഷേ രാജീവ് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പ്രസാദ് തുടർന്നു. ഇനി നിനക്ക് എന്ത് പറ്റിയാലും അതിന് ഉത്തരവാദി ഗോകുലാണ്. മനസ്സിലായില്ല? പറയാം. പ്രസാദ് ഡബിൾ ലാർജ് പകർന്ന് രാജീവിന് നൽകി. അവൻ അതും കുടിച്ചു. രാജീവ് നല്ല ഫോമിലായി. എപ്പോഴാടാ മീനാക്ഷി അമ്മയെ കാണുന്നേ? ഇനി അതിൻ്റെ കാര്യമുണ്ടോ? അതെന്താ? ഞാൻ ഉദ്ദേശിച്ച കാര്യം വിജയിച്ചു. ഞാൻ മാത്രമല്ല, മീനാക്ഷി അമ്മയും. മദ്യലഹരിയിൽ രാജീവിനത് ശ്രദ്ധിച്ചില്ല. പ്രസാദ് കാളപ്പുല്ലുകൾക്കിടയിലേക്ക് കൈക്കടത്തി ഒരു ഇരുമ്പ് കമ്പി വലിച്ചെടുത്തു. നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ് രാജീവേ. ഗോകുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രസാദേ. രാജീവ് ചാടി എഴുന്നേൽക്കാൻ ഭാവിച്ചു. പക്ഷേ
വേച്ച് വേച്ച് പാറയിലേക്ക് വീണു. പ്രസാദ് എഴുന്നേറ്റു. ഗുഡ് ബൈ എളിയ. അടുത്ത നിമിഷം അവൻ്റെ കയ്യിലെ ഇരുമ്പുവടി ഉയർന്നു താണു. ഒരലർച്ചയോടെ രാജീവ് പുഞ്ചയിലെ വെള്ളത്തിലേക്ക് വീണു. ദിവസങ്ങൾ കഴിഞ്ഞു. മീരയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാറായി. പുറത്തെങ്ങോ പോയിട്ട് തിരിച്ചു വന്ന ഗോകുലിൻ്റെ കയ്യിൽ തടിച്ച ഒരു കവർ ഉണ്ടായിരുന്നു. അതവൻ മീരയ്ക്ക് നീട്ടി. എന്താ ഇത്? കൈനീട്ടി അത് വാങ്ങുന്നതിനിടയിൽ മീര തിരക്കി. ഭദ്രമായിട്ട് വച്ചോ, ആവശ്യം വരും. അപ്പോൾ മാത്രം തുറന്നു നോക്കിയാൽ മതി. അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവൾക്ക് കവർ തുറന്നു നോക്കുവാൻ തോന്നിയില്ല. അത് തലയണയ്ക്കിടയിൽ ഭദ്രമായി വെച്ചു. കുഞ്ഞ് ഉറങ്ങുകയായിരുന്നു. ഷർട്ടിൻ്റെ മുകളിലത്തെ 2 ബട്ടണുകൾ അഴിച്ചിട്ടുകൊണ്ട് ഗോകുൽ ഫാനിന് കീഴിലായി കസേരയിലിരുന്നു. മീര അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു ആലോചന പോലെ. എന്താ ഗോകുൽ? അവനൊന്ന് മൂളി. പിന്നെ സാവധാനം പറഞ്ഞു. രാജീവിനെ 3-4 ദിവസമായിട്ട് കാണാനില്ലെന്ന്. മീരയുടെ പുരികം ഒന്ന് വളഞ്ഞു നിവർന്നു. വല്ല വഴിക്കും പോയി കാണും. അതല്ല, കാണാതായത് ഇവിടെ വന്ന് കശപിശ ഉണ്ടാക്കിയ അന്നു മുതലാണ്. മീരയിലും സംശയത്തിൻ്റെ ഒരു വിത്ത് വീണു. ഗോകുൽ തുടർന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് അവിടെയും വന്നിരുന്നു. എന്നിട്ട് അവൻ്റെ തിരോധാനത്തിന് പിന്നിൽ ഞാനുണ്ടെന്ന ഭാവത്തിൽ ഒരുമാതിരി ചോദ്യങ്ങൾ. എനിക്കാകെ ചൊറിഞ്ഞു വന്നതാ. മീര എന്താ പറയാൻ ഭാവിക്കുമ്പോൾ ഗോകുലിൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. പ്രസാദ. ഡിസ്പ്ലേ സ്ക്രീൻ നോക്കിയിട്ട് ഗോകുൽ പറഞ്ഞു. പിന്നെ ഫോൺ കാതോട് ചേർത്തു. എന്താ പ്രസാദേ? നമ്മൾ വല്ലപ്പോഴും പോയിരിക്കുന്ന പുഴയ്ക്കരികിലെ പാറയിലെ അതിനടുത്ത് വെള്ളത്തിൽ രാജീവിൻ്റെ ശവം. നടുങ്ങിപ്പോയി ഗോകുൽ. ആര് പറഞ്ഞു? ഞാൻ പോയി കണ്ടടാ. വീർത്ത്. ഒറ്റ നോട്ടത്തിൽ അത് അവനാണെന്നൊന്നും തോന്നത്തില്ല. മീൻ പിടിക്കാൻ ഉടക്കു വലയിടാൻ പോയവരാ കണ്ടത്. ആളുകളൊക്കെ അവിടെ തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുക. ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുകയാണ് ഗോകുൽ. പ്രസാദ് തുടർന്നു. ഞാൻ വിളിച്ചത് നീയൊന്ന് സൂക്ഷിക്കണമെന്ന് പറയാനാ. അതെന്തിന്? പോലീസിന് നിന്നെ സംശയമുണ്ട്. എന്നെയോ? ഗോകുലിൻ്റെ ഒച്ച ക്രമത്തിലധികം ഉയർന്നു. അതിന് ഞാനെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കൊക്കെയല്ലേ അറിയൂ. പക്ഷേ പോലീസിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അവർക്ക് സംശയിക്കാൻ ഒരാളിനെ വേണം, അപരാധിയായാലും നിരപരാധിയായാലും. ഗോകുലിൻ്റെ മുഖം ചുവന്നു. അപ്പോൾ പ്രസാദ് പറഞ്ഞു. ഞാൻ പിന്നെ വിളിക്കാം, ഒരു കോള് വരുന്നുണ്ട്. അവൻ ഫോൺ ഓഫ് ചെയ്തു. ഗോകുലിൻ്റെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു. അവനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്ന മീരയിലും സംശയത്തിൻ്റെ നിഴൽ പരന്നു. പ്രസാദ് എന്താ ഗോകുൽ പറഞ്ഞത്? അവൻ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. എനിക്കൊരു ചതി തോന്നുന്നു ഗോകുൽ. അവൾ പറഞ്ഞു നിർത്തും മുമ്പ് വാതിൽക്കൽ കാൽപെരുമാറ്റം കേട്ടു. ഇരുവരും അവിടേക്ക് തിരിഞ്ഞു. പോലീസ്. ഗോകുൽ ഞെട്ടലോടെ കസേരയിൽ നിന്ന് എണീറ്റു. നേർത്ത പുഞ്ചിരിയോടെ SI സേതുബാലൻ അകത്തേക്ക് കടന്നു വന്നു. ഗോകുലിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? അവൻ ആ കൈ തട്ടി മാറ്റി. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിന്റെ കണ്ണുകളിൽ തന്നെ ഞാൻ കാണുന്നുണ്ട് ഗോകുൽ. നോ. അവൻ പിന്നോട്ട് മാറി. ഞാൻ ആരെയും കൊന്നിട്ടില്ല. അപ്പോൾ സംഗതി കൊലപാതകമാണെന്ന് നീ തിരിച്ചറിഞ്ഞു. നന്നായി. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ മതി. കൊന്നത് എപ്പോൾ, എങ്ങനെ, എന്തിന്? നോക്ക്, തോന്നിയ ദിവസം പറയരുത്. ഗോകുലിന് വിറഞ്ഞു കയറി. അതെന്താടാ? രാജീവ് ഇവിടെ വന്നതിനും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതിനും നീ അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനും സാക്ഷികളുണ്ട്. ഇവിടെ നിന്നും പോയതിനു ശേഷം രാജീവിനെ ജീവനോടെ ആരും കണ്ടിട്ടില്ല. അതിന് ഞാനെന്ത് വേണം? ഒന്നും വേണ്ട. നീ അവനെ കൊന്നു, അത്ര തന്നെ. സാർ, മീര പറഞ്ഞു. ഗോകുൽ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോയിട്ടില്ല. സത്യപാലൻ അവളെ നോക്കി വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചു. ഭർത്താവിനെ രക്ഷിക്കാൻ ഈ കള്ളങ്ങൾക്കൊന്നും കഴിയില്ല മീരെ. സത്യപാലൻ വാതിൽക്കിലേക്ക് തിരിഞ്ഞ് അവിടെ കാത്തു നിന്നിരുന്ന പോലീസുകാർക്ക് കണ്ണുകൾ കൊണ്ട് ഒരടയാളം കൊടുത്തു. അവർ അകത്തേക്ക് വന്ന് ഗോകുലിനെ ബലമായി പിടിച്ചു. വിട്, എന്നെ വിടാൻ. അവൻ കുതിരയെങ്കിലും അവർ വിട്ടില്ല. തടയാൻ മീരയ്ക്കുമായില്ല. പോലീസ് ഗോകുലിനെ കൊണ്ടുപോയി. ഞാൻ ആരെയും കൊന്നിട്ടില്ല, സത്യം. ഇടനാഴി കടക്കും വരെ അവൻ വിളിച്ചു പറയുന്നത് മീര കേട്ടു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ കൊലപാതകത്തെക്കുറിച്ചും കൊലയാളിയായി കുത്തപ്പെട്ട ഗോകുലിനെക്കുറിച്ചും മറ്റുമുള്ള വിശദമായ വാർത്തയുണ്ടായിരുന്നു. മാത്രമല്ല, തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവരുന്നു എന്നറിഞ്ഞ് രാവിലെ മുതൽ തന്നെ ഗോകുലത്തിന് മുന്നിലെ റോഡിലും പരിസരത്തുമൊക്കെ ആളുകൾ കാത്തുനിന്നു. 11 മണിയോടെ ഒരു പോലീസ് ജീപ്പ് ഗോകുലത്തിൻ്റെ ഗേറ്റ് കടന്നു വന്നു. അതിൽ നിന്ന് SI സത്യപാലനും പോലീസുകാരും ഇറങ്ങി. വിലങ്ങണിഞ്ഞ നിലയിൽ ഗോകുലും ആളുകൾ ഗേറ്റിനരികിലേക്ക് ഓടിയെടുത്തു. പക്ഷേ പോലീസുകാർ അകത്തുനിന്ന് ഓടാമ്പിലിട്ടു. ആരും ഇങ്ങോട്ട് കയറി വരരുത്. പോലീസ് സംഘം ഗോകുലുമായി സിറ്റൗട്ടിലേക്ക് കയറി. മീനാക്ഷി മോന്ന് വാതിൽ തുറന്നു. പിന്നെ പുച്ഛത്തോടെ ഗോകുലിനെ നോക്കി. കഴിഞ്ഞ രാത്രിയിൽ സത്യപാലൻ അവനെ ശരിക്കും കൈകാര്യം ചെയ്തെന്ന് അവർക്ക് ഉറപ്പായി. അവൻ തല കുനിച്ച് നിൽക്കുകയാണെന്നെങ്കിലും മുഖത്തെ കരുവാഴ്ച പാടുകൾ അവർ കണ്ടു. ഈ ദ്രോഹിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാ സാറേ? ഞങ്ങൾക്ക് ആർക്കും ഇവരെ കാണണ്ട, മീനാക്ഷിയമ്മ SIയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ മാഡം. ഇവൻ്റെ വീടായി പോയില്ലേത്. ഇവിടെ നിന്നും എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് അറിയണ്ടേ? സത്യപാലൻ ചിരിച്ചു. അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷേ എനിക്കിവനെ കാണണ്ട. അവർ വെട്ടിത്തിരിഞ്ഞ് നടന്നു. നിന്റെ മുറിയിലേക്ക് നടക്കടാ. സത്യപാലൻ ഗോകുലിനെ മുന്നോട്ട് തള്ളി. ഒറ്റ രാത്രി കൊണ്ട് സർവ്വതും തകർന്ന മട്ടിലായിരുന്നു ഗോകുൽ. ശരീരം അനക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദന. ഏതോ വാശി തീർക്കുന്നത് പോലെയാണ് പോലീസ് തന്നോട് പെരുമാറിയത്. ഗോകുൽ തൻ്റെ മുറിയുടെ വാതിൽക്കൽ നിന്നു. കയറി നോക്ക്.
SIയുടെ കൽപ്പന. പോലീസുകാർ അകത്തേക്ക് കയറി. കണ്ണിൽ കണ്ടതൊക്കെ അവർ വാരി വലിച്ച് നിലത്തിട്ടു. ഗോകുൽ ഒന്നും ശ്രദ്ധിച്ചില്ല. കിട്ടി സാറേ, അകത്തുനിന്ന് പോലീസുകാർ വിളിച്ചു പറഞ്ഞപ്പോൾ മാത്രം അമ്പരപ്പോടെ അവൻ തല ഉയർത്തി. ഉത്കടമായ ഒരു ഞെട്ടൽ കൂടി. ചോരപ്പുരണ്ട തൻ്റെ കൈലേസ്, കടലാസിൽ പൊതിഞ്ഞ ഇരുമ്പുവടി, കണ്ണുകളിൽ ഇരുൾ നിറയുന്ന പോലെ തോന്നി അവന്. ചതിയുടെ വ്യക്തമായൊരു ചിത്രം കൂടി അവൻ്റെ മനസ്സിൽ തെളിയുകയായിരുന്നു. സാകേതത്തിൽ തൻ്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു ശർമിള. മുന്നിൽ നിവർത്തിയിട്ടിരിക്കുന്ന ഒരു ദിനപത്രമുണ്ടായിരുന്നു. അതിൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഗോകുലിൻ്റെ ഫോട്ടോ, ഇരുവശത്തും പോലീസുകാർ. അവനെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് കോടതി. അറിയാതെ 2 തുള്ളികൾ ശർമിളയുടെ കൺകോണുകളിൽ ഊറിക്കൂടി നിന്നു. ഒരിക്കൽ തൻ്റെ എല്ലാമായിരുന്നു ഗോകുൽ. പിന്നിൽ ഒരു പാദപതന ശബ്ദം. ശർമിള തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ചീറി വന്ന വാക്കുകൾ അവളുടെ കാതുകളിൽ പുളഞ്ഞു കയറി. ഓഹോ, നീ ഇപ്പോഴും ആ നാരിയുടെ ഫോട്ടോയിൽ നോക്കി വിഷമിച്ചിരിക്കുക അല്ലേ? സന്ദീപ് പല്ല് കടിച്ചു. വാർത്ത മുഴുവൻ വായിച്ചല്ലോ. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ നിന്നെ കല്യാണം കഴിക്കാനത്. ശർമിള സങ്കടത്തോടെ മുഖമുയർത്തി ഏട്ടനെ ഒന്ന് നോക്കി. ഇങ്ങനെയൊന്നും പറയരുതേ എന്ന ഭാവത്തിൽ. എന്താടി അവനെക്കുറിച്ച് പറഞ്ഞത് നിനക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? സന്ദീപ് ആ പത്രം ചുരുട്ടുകൂട്ടി ജനാലയുടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ മുറിക്കുള്ളിൽ മാത്രമായുള്ള നിന്റെ വാസം അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഓരോ ദിവസവും ഞങ്ങൾ പ്രതീക്ഷിക്കും നീ താഴേക്ക് വരുമെന്നും പഴയ രീതിയിലാകുമെന്നും. എന്നാൽ നീ കൂടുതൽ വഷളാകുന്നതേയുള്ളൂ. അവൻ അവളുടെ കൈക്ക് പിടിച്ചു. എഴുന്നേറ്റ് വാടി താഴേക്ക്. ശർമിള ഒന്ന് തേങ്ങി. ഞാനിവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്താ ഏട്ടാ ദോഷം? ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. നോക്ക്, നിന്റെ കരണം അടിച്ചു പൊളിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത്. ഞങ്ങൾ ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടാണോ നീ ഇതിനുള്ളിൽ തന്നെ ഇരിക്കുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് ഇനി കൂടുതൽ കാര്യമൊന്നും പെങ്ങൾ പറയണ്ട. വാടി. അവൻ അവളെ പുറത്തേക്ക് വലിച്ചു. വിട്, ഞാൻ വരുന്നില്ല. ശർമിള ചെറുത്തു നിന്നു. സന്ദീപിൻ്റെ കോപം ഇരട്ടിയായി. നിന്നോട് വരാനാ പറഞ്ഞത്. ഇല്ല. പിന്നെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലായിരുന്നു സന്ദീപിന്. കൈ വലിച്ച് ആ കരണത്തൊന്ന് കൊടുത്തു. അനന്തരം അവളെ വലിച്ചു മുറിക്ക് പുറത്തിറക്കി. ശർമിള കരഞ്ഞില്ല. പക്ഷേ അടിയുടെ ഒച്ചക്കെട്ട് ഭാസ്കരനും അംബികയും കോണിച്ചൂടിലേക്ക് ഓടിയെത്തിയിരുന്നു. എന്താണെന്തൊക്കെ? ഭാസ്കരൻ അമ്പരന്നു. ഇനി ഇവളെങ്ങനെ വിടാൻ പറ്റത്തില്ല അച്ഛാ. അവൻ അവളെ താഴേക്ക് കൊണ്ടുവന്ന് അച്ഛനമ്മമാരുടെ മുന്നിൽ നിർത്തി. ഇനി ഇവൾ ആ മുറിക്കുള്ളിൽ കയറി കുത്തിയിരുന്നാൽ ഇവളെ കൊന്നിട്ട് എനിക്കും ജയിലിൽ പോകേണ്ടി വരും. തറ ചവിട്ടിക്കുലുക്കി അവൻ നടന്നുപോയി. ഒരാശ്രയത്തിന് എന്നവണ്ണം ശർമിള അച്ഛനമ്മമാരെ നോക്കി. അവരും മുഖം തിരിച്ചു കളഞ്ഞു. മോളെ, നീയും കുഞ്ഞും മാത്രമായിട്ട് അങ്ങോട്ട് കയറി ചെന്നാൽ. മീനാക്ഷിയമ്മ. ഡ്രൈവർ ദാസപ്പൻ സന്ദേഹത്തോടെ മീരയെ നോക്കി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു അവളും കുഞ്ഞും. കൂടെ വരേണ്ടയാൾ ജയിലിലായി പോയില്ലേ ദാസപ്പെട്ട? അപ്പോൾ പിന്നെ ഞാനും കുഞ്ഞും മാത്രമായിട്ടല്ലേ ഗോകുലത്തിലേക്ക് ചെല്ലാൻ പറ്റൂ? മീരയുടെ ഒച്ച ചിലമ്പി. അതല്ല കുഞ്ഞെ ഞാൻ വിചാരിച്ചേ. മീനാക്ഷിയമ്മ നിങ്ങളെ അവിടെ കയറ്റുമെന്നാ? മീര പുച്ഛിച്ചൊന്ന് ചിരിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കല്ലേ എനിക്ക് ചെല്ലാൻ കഴിയൂ. അല്ലാതെ എങ്ങോട്ട് പോകും ഞാൻ? മാത്രവുമല്ല എനിക്കുണ്ടായിരുന്നതെല്ലാം കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയല്ലേ മീനാക്ഷിയമ്മ. എന്നെ അവിടേക്ക് കയറ്റത്തില്ല എന്നൊന്നും പറയാൻ അവൾക്ക് കഴിയില്ല. ഉറച്ചതായിരുന്നു അവളുടെ ശബ്ദം. ഈ ധൈര്യം കുഞ്ഞ് കളയാതിരുന്നാൽ മാത്രം മതി. ദാസപ്പന് സന്തോഷമായി. ധൈര്യം കളഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന സത്യം തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി ദാസപ്പെട്ട. എനിക്ക് പരാജയങ്ങൾ പറ്റിയതും അവിടെ തന്നെയാ. പക്ഷേ ഇനി ഞാൻ ഒട്ടും പിന്നോട്ടില്ല. എനിക്കും പിടിച്ചു നിൽക്കണം, ജീവിക്കണം. പോരെങ്കിൽ എനിക്കൊരു കുഞ്ഞുമുണ്ട്. പറയുന്നതിനിടയിൽ മീര ഒരു വട്ടം കൂടി മുറിയാകെ നോക്കി. അധികമൊന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ പായ്ക്ക് ചെയ്ത് കഴിഞ്ഞോ എന്നറിയുവാൻ. ഗോകുൽ കൊണ്ടുകൊടുത്ത ആ കവർ ഉണ്ടോ എന്ന് അവൾ വീണ്ടും നോക്കി. ഉണ്ട്. ഇതുവരെ അത് തുറന്നു നോക്കിയിട്ടില്ല. ഗോകുൽ പറയാതെ അത് തുറക്കുന്നില്ല എന്ന തീരുമാനത്തിലായിരുന്നു മീര. ആ പിന്നെ എന്തോ പെട്ടെന്ന് ഓർത്തുപോലെ അവൾ പറഞ്ഞു. ഗോകുലിനെ സബ് ജയിലിൽ പോയി കാണാൻ പറ്റുന്ന നേരം ദാസപ്പേട്ടൻ എത്രയും വേഗം തിരക്കിയിട്ട് എന്നെ അറിയിക്കാം. മീര കുഞ്ഞിനെ എടുത്തു. അവൾ ഉറങ്ങുകയാണ്. പോകാം ദാസപ്പെട്ട. ബാഗും എടുത്തുകൊണ്ട് ദാസപ്പനും അവൾക്ക് പിന്നാലെ ഇറങ്ങി. കമ്പനിയിൽ നിന്ന് ഉച്ചയ്ക്ക് മടങ്ങിയെത്തിയ മീനാക്ഷിയമ്മ ഭക്ഷണം കഴിച്ചു. ഡൈനിങ് റൂമിലോ സിറ്റിംഗ് റൂമിലോ മറ്റാരെയും കണ്ടില്ല. അവരൊക്കെ താൻ വരുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചെന്ന് അവർ മനസ്സിലാക്കി. നന്ദിയില്ലാത്ത വർഗം, അവർ പിറുപിറുത്തു. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വന്ന് പോർച്ചിൽ നിൽക്കുന്ന ശബ്ദം കേട്ടു. തുടർന്ന് മീര കുഞ്ഞിനെയും എടുത്ത് അകത്തേക്ക് കയറി വരുന്നത് മീനാക്ഷിയമ്മ കണ്ടു. മീനാക്ഷിയമ്മയുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു തള്ളി വന്നു. അവരുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. നില്ലടിയോടെ. എന്താ കാര്യം? മീരയുടെ കണ്ണുകൾ കുറുകി. നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? ആര് പറയണം? അവളും ഒട്ടും വിട്ടുകൊടുത്തില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്കാരുടെയും അനുവാദം വേണ്ട എന്ന് നീ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഇത് എൻ്റെ വീടാ. ഇവിടെ ആര് വരണം, താമസിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അതൊക്കെ പണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാനും കൂടി തീരുമാനിക്കും. കുസലില്ലാതെ മീര തൻ്റെ മുറിയിലേക്ക് പോയി. തടയാനായില്ല മീനാക്ഷിയമ്മയ്ക്ക്. സ്റ്റെയർ കേസിന് മുകളിൽ നിന്ന് തൻ്റെ പെൺമക്കളും മരുമക്കളും താഴേക്ക് നോക്കുന്നത് മീനാക്ഷിയമ്മ കണ്ടു.
അവർക്കാകെ കുറച്ചിലായി. ആ രോഷത്തോട് തന്നെ മീരയോട് വിളിച്ചു പറഞ്ഞു, ഒറ്റ ദിവസം പോലും നിനക്കും നിന്റെ ചെകുത്താൻ കുഞ്ഞിനും സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാമെന്ന് വിചാരിക്കണ്ടേ? അതിന് ഞാൻ സമ്മതിക്കത്തില്ല. നീ നോക്കിക്കോ. അങ്ങനെയാകട്ടെ. മീര മുറിയിൽ കടന്നു. മീനാക്ഷി അമ്മ കമ്പനിയിലേക്ക് മടങ്ങി. മീര കുഞ്ഞിനെ കട്ടിലേക്ക് എടുത്തിട്ട് ഒരു നിമിഷം എന്തോ ചിന്തിച്ചു നിന്നു. പിന്നെ പുറത്തിറങ്ങി സ്റ്റെയർ കേസിനടുത്ത് നിന്ന് തിരിഞ്ഞു നടക്കാൻ ഭാവിക്കുകയായിരുന്നു രേഷ്മയും രാധികയും ശാന്തയും കമലയും. മീര അങ്ങോട്ട് കയറി ചെല്ലുന്നത് കണ്ടപ്പോൾ അവർക്ക് സന്ദേഹമായി. അവൾ രാധികയുടെ മുന്നിൽ നിന്നു. രാധിക പരിഭ്രമിച്ചു. നിനക്ക് തരാൻ കുറച്ച് ദിവസമായി ഒരു സമ്മാനം കൊണ്ട് നടക്കുകയാണ് ഞാൻ. എന്നെ കൊലയാളിയാക്കി ചിത്രീകരിച്ചതിന്. പറഞ്ഞു നിർത്തിയതും അവൾ പടക്കം പൊട്ടുന്ന ഒച്ചയിൽ രാധികയുടെ കവിളടക്കം ആഞ്ഞടിച്ചതും ഒന്നിച്ചായിരുന്നു. അടികൊണ്ട ശക്തിയിൽ രാധിക വേച്ചു ചെന്ന് കൈവരിയിൽ പിടിച്ചു. പിന്നെ മുറിവേറ്റ പുലിയെ പോലെ വെട്ടിത്തിരിഞ്ഞു. നീ എന്നെ തല്ലിയല്ലേ? എന്താ തിരിച്ചു തല്ലാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഒന്ന് തല്ലിക്കേ. മീര കൈ ചൂണ്ടി. ആ ഭാവത്തിന് മുന്നിൽ ശരിക്കും പതറിപ്പോയി രാധിക. മീര തുടർന്നു, ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടാൽ കൊന്നു കളയും ഞാൻ. നേരം വൈകും മുമ്പ് നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് സംഭവിക്കും, ഓർത്തോ. വെട്ടിത്തിരിഞ്ഞ് മറ്റാരെയും ശ്രദ്ധിക്കാതെ മീര കോണിപ്പടികൾ ഇറങ്ങി. മുറിയിൽ കൈവിരലുകൾ പരസ്പരം കോർത്ത് നൊട്ടവിട്ടും ഇടയ്ക്കിടെ നഖം കടിച്ചും കൈകൾ പിന്നിൽ കെട്ടിയും അസ്വസ്ഥതയോടെ നടക്കുകയാണ് രാധിക. മീരയുടെ മുന്നറിയിപ്പ് തീരാൻ ഇനിയും ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അവൾ പറഞ്ഞെന്ന് വെച്ച് ഞാനെന്തിന് എൻ്റെ വീട്ടിൽ നിന്നിറങ്ങണം? രാധിക സ്വയം ചോദിച്ചു. പക്ഷേ മറ്റൊന്നും അവൾക്കറിയാമായിരുന്നു. സവിതയുടെ മരണശേഷം തൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഈ വീട്ടിൽ ആരുമില്ല, അമ്മ പോലും. എല്ലാ സത്യവും ഗോകുലിൻ്റെ ഭീഷണിക്ക് മുന്നിൽ താൻ പറഞ്ഞു പോയതാണ് അമ്മയുടെ ദേഷ്യത്തിന് കാരണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ നിലയ്ക്ക് മീര തന്നെ എന്ത് ചെയ്താലും മറ്റുള്ളവർ കാഴ്ചക്കാരായി നിൽക്കുകയുള്ളൂ. സങ്കടവും ദേഷ്യവും ഒക്കെ ഒന്നിച്ചുണ്ടായി രാധികയ്ക്ക്. പെട്ടെന്ന് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിനോടും അവൾക്ക് കുറച്ചിൽ തോന്നി. എന്തായാലും ഒരു തീരുമാനത്തോടെ അവൾ മുറിവിട്ടിറങ്ങി. താഴെ മീരയുടെ കുഞ്ഞ് കരയുന്നത് അവൾ കേട്ടു. അർദ്ധശങ്കയോടെ അവൾ സാജൻ്റെ മുറിവാതിൽക്കലെത്തി. ഉത്രമോളുടെ അടുത്തിരിക്കുകയായിരുന്നു സാജനും ശാന്തയും. രാധിക ഒന്ന് മുരടനക്കി. ഇരുവരും തിരിഞ്ഞു നോക്കി. എന്താ? ഒട്ടുമായുമില്ലാത്ത ഭാവത്തിൽ സാജൻ തിരക്കി. മറുപടി പറയാതെ അവൾ അകത്തേക്ക് ചെന്നു. എന്താണെന്ന് നിന്നോട് ചോദിച്ചത്? സാജന് ദേഷ്യം വന്നു. എൻ്റെ കുഞ്ഞിനെ കൂടി കൊല്ലാനോ മറ്റോ പദ്ധതിയുണ്ടോ നിനക്ക്? ഏട്ടാ. രാധികയുടെ ശബ്ദം ചിലമ്പുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. ഒരബ്ദം പറ്റിയെന്ന് കരുതി ഞാൻ. മിണ്ടരുത്. ശാന്ത അവൾക്ക് നേരെ കൈ ചൂണ്ടി. ഒരാളെ കൊല്ലുന്നതാണോടി അബദ്ധം? ഏടത്തി, ഞാൻ തർക്കിക്കാനൊന്നും വന്നല്ല. കടുകുമണിയോളം താൻ ചെറുതാവുന്നതായി രാധികയ്ക്ക് തോന്നി. എങ്കിൽ വന്ന കാര്യം പറഞ്ഞിട്ട് പോ. ഏട്ടാ. അവൾ വീണ്ടും സാജൻ്റെ നേരെ തിരിഞ്ഞു. മീരയുടെ ഭീഷണിക്ക് വഴങ്ങി ഞാൻ ഇവിടെ നിന്ന് പോയാൽ? അവൾ ഇപ്പോഴല്ലേ പറഞ്ഞത്? നിന്നെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. അവസാന പ്രതീക്ഷയും രാധികയ്ക്ക് നഷ്ടമായി. ഇതിൽ കൂടുതലൊന്നും പരിഗണന കിട്ടില്ല. അവൾ സെൽഫോൺ എടുത്ത് പ്രസാദിനെ വിളിച്ചു. എന്താ രാധികേ? അവൻ്റെ ശബ്ദം. എനിക്ക് ഓട്ടോയോ കാറോ പറഞ്ഞു വിടണം. ഗോകുലത്തിലെ താമസം അവസാനിപ്പിച്ചു കഴിഞ്ഞു ഞാൻ. എന്താ പെട്ടെന്നിങ്ങനെ? അതൊക്കെ പിന്നെ പറയാം. ശരി, ഞാൻ വണ്ടി പറഞ്ഞേക്കാം. അരമണിക്കൂറിനുള്ളിൽ ഒരു ക്വാളിസ് ഗോകുലത്തിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. തൻ്റെ സാധനങ്ങളുമായി രാധിക അതിൽ കയറിപ്പോകുന്നത് ജനാലയിലൂടെ മീര കാണുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. മീനാക്ഷി അമ്മ ദിവസം മുഴുവനും വീട്ടിൽ കാണുന്നത് അന്നാണ്. രാവിലെ 10 മണി കഴിഞ്ഞു. ഹാളിലേക്ക് ചെന്ന അവരുടെ നെറ്റി ചുളിഞ്ഞു. മീരയുടെ കുഞ്ഞ് ഹാളിന് നടുവിൽ ഒരു റബ്ബർ മെത്തയിൽ കിടക്കുന്നു. മീനാക്ഷി അമ്മ അവളെ ഒന്ന് നോക്കി. മുത്തുമണികൾ പോലെ തിളങ്ങുന്ന കണ്ണുകൾ. അവർ ആ മുഖം കാണുന്നത് ആദ്യമായിട്ടാണ്. തൻ്റെ മകൻ്റെ, അല്ല ഗോകുലിൻ്റെ ഛായയാണോ ആ മുഖത്ത്? തിരിച്ചറിയാൻ പറ്റുന്നില്ല. പെട്ടെന്നാണ് അവർ അത് ശ്രദ്ധിച്ചത്. കുട്ടി മലമൂത്ര വിസർജനം നടത്തിയിരിക്കുന്നു. റബ്ബർ മെത്തയിലൂടെ അത് തറയിലേക്ക് ഒലിച്ചിറങ്ങുന്നു. അസഹ്യമായ ഒരു ഗന്ധവും. മീനാക്ഷിയമ്മയുടെ മുഖം ചുവന്നു. മീരേ! അലറും പോലെയായിരുന്നു വിളി. അത് കേട്ട് കുഞ്ഞ് ഞെട്ടിപ്പിടഞ്ഞ് കരയാൻ തുടങ്ങി. കിച്ചണിൽ എന്തോ ജോലിയിലായിരുന്ന മീര ഓടിയെത്തി. എന്താമ്മേ ഈ അസത്ത് കൊച്ച് കാണിച്ചു വെച്ചിരിക്കുന്നത് നീ കണ്ടില്ലടി? അവർ കഴിച്ചുകൊണ്ടി. മീര കണ്ടു. കുഞ്ഞ് മലമൂത്ര വിസർജനത്തിനുള്ളിൽ. ഓഹോ, ഇതാണോ വലിയ കാര്യം? കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മ ആദ്യം അറിയുകയാണ് അല്ലേ? മീര പരിഹസിച്ചു. മീനാക്ഷിയമ്മയ്ക്ക് ആകെ വിറഞ്ഞു തുള്ളി വന്നു. ദേ, എന്നെ കയറി ചോദ്യം ചെയ്യാനൊന്നും വരണ്ട. ഇനി ഇത്തരത്തിൽ ഈ വീടിൻ്റെ തറ വൃത്തികേടാക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. എങ്കിൽ വൃത്തികേടാക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് കുഞ്ഞിനെ എടുത്ത് ഒന്ന് കഴുകാൻ മേലായിരുന്നോ? ഈ ജന്തുവിനെയോ? അതിനെൻ്റെ പട്ടി വരും. ഇതിനേക്കാൾ ഭേദം പട്ടിയാ. അവൾ പിറുപിറുത്തു. നീ എന്താടി പറഞ്ഞത്? ഒന്നുമില്ലേ എന്ന് നീട്ടി പറഞ്ഞിട്ട് അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. അതിനിടെ തിരിഞ്ഞു നിന്ന് എത്രയും കൂടി പറഞ്ഞു. തറ വൃത്തികേടായെങ്കിൽ കഴുകി തുറച്ചോ. അങ്ങനെയെങ്കിലും ശരീരത്തെ കൊഴുപ്പൊന്ന് പോകട്ടെ. എടി! മീനാക്ഷിയമ്മ ശരിക്കും അലറി.
എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് എന്നെ ഭരിക്കുന്നോ? നിങ്ങളുടെ വീടോ? മീര പെട്ടെന്ന് തിരിച്ചു വന്നു. എൻ്റെ ഭർത്താവിൻ്റെ കാശ് കൊണ്ടല്ലേ നിങ്ങൾ ഈ കാണുന്നതൊക്കെ കെട്ടിപ്പൊക്കിയത്? അതിനു മുമ്പ് നിങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ എന്തുണ്ടായിരുന്നു? പറഞ്ഞതല്ലേ, ഞാനൊന്ന് കേൾക്കട്ടെ. കവിളടക്കം ഒരടിയേറ്റതുപോലെ മീനാക്ഷി അമ്മ സ്തബ്ധയായി നിന്നു. ബാൽക്കണിയിൽ കാഴ്ചക്കാരെ പോലെ തൻ്റെ ആൺമക്കളും മരുമക്കളും നിൽക്കുന്നത് കൂടി കണ്ടപ്പോൾ ശരീരം തളർന്ന് താനിപ്പോൾ താഴെ വീഴുമെന്ന് തോന്നി അവർക്ക്. അതുകൊണ്ട് മീര തുടർന്നു. ഇനി ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. എന്നെ എതിർക്കാൻ വന്നാൽ ബാക്കി പറയാതെ വെട്ടിത്തിരിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവൾ നടന്നുപോയി. സാഗരത്തിൽ രാവിലെ മുതൽ പതിവില്ലാത്തൊരു തിടുക്കവും ജോലിയുമൊക്കെ നടക്കുന്നത് സംശയത്തോടെ ശ്രദ്ധിക്കുകയായിരുന്നു ശർമിള. ജോലിക്കാരി തറയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നു. അച്ഛനും അമ്മയും ഏട്ടനുമൊക്കെ തിടുക്കത്തിൽ ഓരോന്ന് ചെയ്യുന്നു. ശർമിളയ്ക്ക് എന്തോ ഒരു പന്തിക്കേട് മണത്തു. അപ്പോൾ സന്ദീപ് അവളുടെ അടുത്തേക്ക് വന്നു. അംബികയും. നീ കുളിച്ചൊരുങ്ങി നിൽക്കണം. ഇക്കാര്യം പറയാൻ ഒരു വട്ടം കൂടി ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല, മനസ്സിലായോ? ശർമിളയുടെ പുരുകം ചുളിഞ്ഞു. എന്താ ചേട്ടാ? ഇന്ന് നിന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. നിനക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും അടുത്ത ആഴ്ച വിവാഹം. നടുങ്ങിപ്പോയി ശർമിള. ഏട്ടാ വേണ്ട, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക. അത് മാത്രമാണ് നിന്റെ ജോലി. അവർ വരുമ്പോൾ വല്ല സീനും സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ. വലത് കൈവിരൽ ചൂണ്ടി ഒന്ന് വിറപ്പിച്ച് കാണിച്ചിട്ട് സന്ദീപ് ഇറങ്ങിപ്പോയി. അവളെ ഒന്ന് നോക്കിയിട്ട് പിറകെ അംബികയും. ശർമിളയുടെ കണ്ണുകളിൽ നിന്ന് മുത്തുമണികൾ പോലെ കണ്ണീർ തോവി. ഗോകുലിൻ്റെ മുഖം ഒരു നിമിഷം ആ മനസ്സിൽ മിന്നി. ഹൃദയത്തിൽ ഒരു കുട്ട തീക്കനൽ വീണതുപോലെ അവൾ വല്ലാതെ പിടഞ്ഞു. കരഞ്ഞിട്ടോ കാലു പിടിച്ചിട്ടോ അപേക്ഷിച്ചിട്ടോ ഒന്നും കാര്യമില്ലെന്ന് ശർമിളയ്ക്ക് തോന്നി. അച്ഛനും അമ്മയും ഏട്ടനുമൊക്കെ മറുചേരിയാണ്. വിവശതയോടെ അവൾ കിടക്കയിലിരുന്നു. 11 മണി കഴിഞ്ഞപ്പോൾ ഒരു വാഹനം താഴെ വന്നു നിൽക്കുന്നത് നറുക്കത്തോടെ ശർമിള കേട്ടു. അവൾ കുളിച്ച് വേഷം മാറിയിരുന്നു. അല്പം കഴിഞ്ഞ് അംബിക മുറിയിലേക്ക് വന്നു. മോളെ, അവരൊക്കെ എത്തി. നനഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ അമ്മയെ ഒന്ന് നോക്കി. എന്നെ ബലി കൊടുക്കാൻ തന്നെ നിങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? ഒക്കെ നല്ലതിനായിരുന്നെന്ന് ഒരിക്കൽ മോൾക്ക് മനസ്സിലാകും. അംബിക മകളുടെ കരം കവർന്നു. വാ. യാന്ത്രികമായി അവൾ അമ്മയ്ക്കൊപ്പം പോയി. അവർ ഏൽപ്പിച്ച കാപ്പി കപ്പുകളടങ്ങിയ ട്രേയുമായി സിറ്റിംഗ് റൂമിലെത്തി. കാപ്പി അങ്ങോട്ട് കൊടുത്ത മോളെ, ഭാസ്കരൻ പറഞ്ഞു. ശർമിള മുഖമുയർത്തി മുന്നിലിരിക്കുന്ന അയാളെ നോക്കി. ഒരമ്പരപ്പ്. പ്രസാദ്. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈനീട്ടി. സ്ഥലകാലബോധം നഷ്ടമായതുപോലെ നിൽക്കുകയായിരുന്നു ശർമിള. അകലെ ഏതോ ഗുഹയിൽ നിന്നെന്നവണ്ണം പ്രസാദിൻ്റെ അച്ഛൻ പറയുന്നത് അവൾ കേട്ടു. അപ്പോഴിനി കൂടുതലൊന്നും പറയാനും ചിന്തിക്കാനുമില്ലല്ലോ. 17-ാം തീയതി തന്നെ വിവാഹം. മറ്റുള്ളവർ ചിരിക്കുന്നു. ഒരു ശ്മശാനത്തിലെ ആത്മാക്കൾ മുഴുവൻ അട്ടഹസിക്കുന്നത് പോലെയാണ് ശർമിളയ്ക്ക് തോന്നിയത്. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ശബ്ദം. അവർ നോക്കുമ്പോൾ ചിതറിയ കാപ്പിക്കപ്പുകൾക്കിടയിൽ ബോധമറ്റ് കിടക്കുന്നു ശർമിള. ഫോൺ ശബ്ദിക്കുന്നത് കേട്ട് മീര ചെന്ന് റിസീവർ എടുത്തു. ഹലോ, മീരക്കുഞ്ഞല്ലേ? ഡ്രൈവർ ദാസപ്പൻ്റെ ശബ്ദം. ആണ് ദാസപ്പേട്ടാ. പിന്നെ ഞാൻ വിളിച്ചത്, നാളെ സബ് ജയിലിൽ പോയാൽ ഗോകുലിനെ കാണാം. ഞാൻ വരാൻ ദാസപ്പേട്ടാ. മീരയുടെ ഹൃദയം ഒന്ന് തുള്ളിപ്പിടച്ചു. രാവിലെ 10 മണിയാകുമ്പോൾ ഒരു ടാക്സിയിൽ ഞാൻ ഗോകുലത്തിൻ്റെ ഗേറ്റിലെത്താം. അത് മതി. അവൾ ഫോൺ വെച്ചു. പിറ്റേന്ന് മീനാക്ഷിയമ്മ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മീര തയ്യാറായി. കുഞ്ഞിനെയും ഒരുക്കി കാത്തിരുന്നു. ഗേറ്റിൽ കാറിൻ്റെ ഹോൺ. അവൾ തിടുക്കത്തിൽ കുഞ്ഞുമായി ഗേറ്റിലെത്തി. ടാക്സിക്ക് പകരം ഒരു കറുത്ത ബൻസ് കാർ. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ദാസപ്പൻ. കയറിക്കും മോളെ. അയാൾ പിന്നിലെ വാതിൽ തുറന്നു കൊടുത്തു. അകത്തേക്ക് കയറാനാഞ്ഞ മീര പിൻസീറ്റിൽ ഒരു അപരിചിതനെ കണ്ട് പരിങ്ങി നിന്നു. ഞാൻ കരുണാകരൻ. അയാൾ ചിരിച്ചു. ഈശ്വര, ഗോകുലിൻ്റെ അച്ഛൻ. അവൾ വേഗം കാറിൽ കയറി. ഡോറടഞ്ഞു. കാർ ഒഴുകും പോലെ നീങ്ങി. കരുണാകരൻ പറഞ്ഞു. ഇന്നു മുതൽ ദാസപ്പനെ എൻ്റെ ഡ്രൈവറായി ഞാൻ അപ്പോയിൻറ്റ് ചെയ്തു. ഗോകുലിനെ നമുക്കൊന്നിച്ച് കാണാം. 1 മണിക്കൂറിനുള്ളിൽ കാർ സബ് ജയിലിനടുത്തെത്തി. നേരത്തെ എഴുതി വച്ചിരുന്ന അപേക്ഷ ദാസപ്പൻ തന്നെയാണ് ജയിലധികൃതരുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. കുറച്ചു കഴിഞ്ഞ് അയാൾ മടങ്ങി വന്നു. പോകാം. വടിയും കുത്തി കരുണാകരനും കുഞ്ഞുമായി മീരയും ജയിൽ ഗേറ്റ് കടന്നു. ആദ്യമായി ഒരു ജയിലിൽ കയറുകയാണ്. മീര ചുറ്റും നോക്കി. താൻ വിശ്വസിച്ചിരുന്ന പോലെ ഭീകരമായ ഒരു അന്തരീക്ഷമല്ല അവിടെയെന്ന് മീര അറിഞ്ഞു. ജയിലിലെ ഇരുമ്പുനെറ്റിനപ്പുറം ഗോകുൽ. ഇരുവരും അവിടേക്ക് നീങ്ങി. ഗോകുലും മീരയും അല്പനേരം മുഖാമുഖം നോക്കി നിന്നു. സുഖമാണോ? അവൻ തിരക്കി. അവൾ തലയാട്ടി. പിന്നെ ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഗോകുൽ ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി. വിഷമിക്കേണ്ട ഗോകുൽ, 15-ാം തീയതി നിന്നെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അന്ന് തന്നെ ജാമ്യം ലഭിക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് ഞാൻ. കരുണാകരൻ അവനെ ആശ്വസിപ്പിച്ചു. വിധിയാണ് ഗോകുൽ, അങ്ങനെ ആശ്വസിക്കുക. പക്ഷേ യഥാർത്ഥ കൊലയാളിയെ ഞാൻ കണ്ടെത്തിയിരിക്കും, കരുണാകരൻ ഉറപ്പിച്ചു പറഞ്ഞു. സമയം തീർന്നു. ഒരു ഗാർഡ് മുന്നോട്ട് വന്നു. ഗോകുൽ മീരയെ നോക്കി. ഞാൻ തന്ന കവർ തുറന്നു നോക്കിയോ? ഇല്ല. തുറക്കണം. സമയം കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത്? ഗാർഡ് വീണ്ടും പറഞ്ഞു.
മീരയെയും കരുണാകരനെയും നോക്കി തലയാട്ടിയിട്ട് ഗോകുൽ നടന്നു പറഞ്ഞു. മീര ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മടക്കയാത്രയിൽ കരുണാകരൻ മീരയ്ക്ക് തൻ്റെ വിസിറ്റിംഗ് കാർഡ് നൽകി. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ശരിയെങ്കിൽ. വീട്ടിലെത്തിയ മീര രാത്രിയിലാണ് ആ കവർ തുറന്ന് അതിൽ ഉണ്ടായിരുന്ന പേപ്പറുകൾ വായിച്ചു നോക്കിയത്. അവളുടെ കണ്ണുകളിൽ വന്യമായൊരു തിളക്കം വന്നു. അപ്പോൾ തന്നെ അവൾ കരുണാകരനെ വിളിച്ചു. ഞാനെങ്കിൽ മീര. തുടർന്ന് അവൾ കാര്യം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ മാനേജർ രാമസ്വാമിയുടെ ഫോൺ കോൾ മീനാക്ഷിയമ്മയെ തേടിയെത്തി. ഇല്ല, ഒറ്റ അലർച്ചയായിരുന്നു മീനാക്ഷിയമ്മ. മീനാക്ഷിയമ്മയുടെ ശബ്ദം കേട്ട് മീര അടുക്കളയിൽ നിന്ന് സിറ്റിംഗ് റൂമിലേക്ക് എത്തി നോക്കി. ഞാൻ പെട്ടെന്ന് വരാം സ്വാമി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയമ്മ റിസീവർ വച്ചിട്ട് തിരിച്ച് തൻ്റെ മുറിയിലേക്ക് തിടുക്കത്തിലെത്തി. മീരയുടെ ചുണ്ടിൽ ചിരിയൂറി. അവൾ തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. മീനാക്ഷിയമ്മ ഫ്രഷാകാനും ഒരുങ്ങാനും എല്ലാം കൂടി എടുത്ത് 10 മിനിറ്റ്. കാറിൻ്റെ ചാവിയുമായി പുറത്തേക്ക് വന്നപ്പോൾ കാപ്പിയുമായി മീര മുന്നിൽ. ഈ കാപ്പി കുടിച്ചിട്ട്? രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു മറുപടി. അവളെ തീർത്തും അവഗണിച്ച് മീനാക്ഷിയമ്മ കാറിൽ കയറി. തിടുക്കത്തിൽ പിന്നോട്ടെടുത്തപ്പോൾ അതൊരു പൂച്ചട്ടിയിൽ ചെന്നിടിച്ചു. ചട്ടി തകർന്നു പോയി. ഒരു ഡ്രൈവർ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർ ശരിക്കും മനസ്സിലാക്കുകയായിരുന്നു. എങ്കിലും കഴിവതും വേഗത്തിൽ മീനാക്ഷിയമ്മ ഗോകുലം അച്ചാർ കമ്പനിക്കടുത്തെത്തി. മുന്നിലെ ആൾക്കൂട്ടം കണ്ട് പെട്ടെന്ന് കാർ നിർത്തി. മാനേജർ രാമസ്വാമി വേഗം കാറിനടുത്തേക്ക് വന്നു. മാഡം, കോപം കൊണ്ട് ചുവന്ന മുഖത്തോടെ മീനാക്ഷിയമ്മ കാറിൽ നിന്നിറങ്ങി. സ്വാമി, എന്താ ഇതൊക്കെ? എനിക്ക് അറിയത്തില്ല മാഡം. ഞാൻ ചോദിച്ചിട്ട് അവർ ഒന്നും പറയുന്നുമില്ല. ഓഹോ. മീനാക്ഷിയമ്മ മുന്നോട്ട് ചെന്നു. അവിടെ തടിച്ചു കൂടിയിരിക്കുന്ന നാട്ടുകാർ ഇരുവശത്തേക്ക് മാറി. അപ്പോഴുണ്ടായ ഗ്യാപ്പിലൂടെ മീനാക്ഷിയമ്മ അത് കണ്ടു. അച്ചാർ കമ്പനിയുടെ ഗേറ്റിന് തൊട്ടപ്പുറത്ത് ഇരുഭാഗത്തും വേലിക്കമ്പുകൾ നാട്ടി മുള്ളുവേലി വലിക്കുന്നു. കുറേ തൊഴിലാളികൾ. ഒരാൾക്ക് ശരിക്കും കൈവീശി നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ കമ്പനിയുടെ മെയിൻ ഡോറിലേക്ക്. അല്ലെങ്കിൽ ഒരു സൈക്കിൾ കടന്നു പോകും, അത്ര തന്നെ. മീനാക്ഷിയമ്മ അരിശത്തോടെ അവർക്കരികിലേക്ക് ചെന്നു. നിർത്തേൻ. ആ ശബ്ദം അവിടെ നിന്നിരുന്ന നാട്ടുകാരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ തൊഴിലാളികൾ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. മീനാക്ഷിയമ്മയുടെ കോപം ഇരട്ടിച്ചു. അവർ ഇടുങ്ങിയ നടപ്പാതയിലേക്ക് കയറി. എന്ത് തോന്നിയസമാണിത്? നിങ്ങളോടല്ലേ നിർത്താൻ പറഞ്ഞത്? തൊഴിലാളികളുടെ നേതാവെന്ന് തോന്നിക്കുന്ന ഒരാൾ തിരിഞ്ഞു നോക്കി. പെമ്പറന്നവരെ, നിങ്ങളിങ്ങനെ കിടന്ന് അലറണ്ട. ഞങ്ങൾക്ക് ചെവി കേൾക്കാം. നല്ലത്. എങ്കിൽ വേഗം ഇതെല്ലാം അഴിച്ചു മാറ്റ്. അവർ കഴിച്ചുകൊണ്ടി. ഇത് നല്ല കൂത്ത്. നേതാവ് പരിഹസിച്ചു. അഴിച്ചു മാറ്റാനാണ് എങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടി ഇതൊക്കെ ചെയ്യണമായിരുന്നോ ഞങ്ങൾ? സ്വാമിയും മീനാക്ഷിയമ്മയ്ക്കടുത്തെത്തി. അയാൾ തിരക്കി. കമ്പനി വസ്തുവിൽ വേലി കെട്ടാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? കമ്പനി വസ്തുവോ? അയാൾ പുരികം ചുളിച്ചു. എങ്കിൽ ഈ വളച്ചു കെട്ടിയിരിക്കുന്ന ഭാഗം കമ്പനിയുടേതാണെന്ന് തെളിയിക്കുന്ന പ്രമാണം ഒന്ന് കാണട്ടെ. ഇത് ഞങ്ങളുടെ വസ്തു, ഞങ്ങളുടെ കമ്പനി. ഇവിടെ അതിക്രമിച്ച് കയറിയതിനും ഇതൊക്കെ കാട്ടിക്കൂട്ടിയതിനും എല്ലാവരും അകത്ത് കിടക്കേണ്ടി വരും. പറഞ്ഞേക്കാം. ഇതൊക്കെ പറയാൻ താനാരാ? വെറും മാനേജർ. ജോലിക്കാരൻ്റെ കാര്യം നോക്കിയാൽ മതി. തൊഴിലാളി നേതാവിൻ്റെ ഭാവം മാറി. ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് ഈ പെമ്പറന്നവർ പറയട്ടെ. കമ്പനി വകയാണോ ഈ സ്ഥലം? അയാൾ മീനാക്ഷിയമ്മയുടെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. അവർ ഒന്ന് പതറി. അപകടത്തിൻ്റെ മുഴക്കം എവിടെയോ കേൾക്കുന്നത് പോലെ. നേതാവ് തുടർന്നു. കമ്പനിയിലേക്ക് പോകാനും വരാനും 3 അടി പാത ഞങ്ങൾ കൃത്യമായി അളന്നിട്ടിട്ടുണ്ട്. ആരുടെയും വഴി അടയ്ക്കാൻ ഒരിടത്തും നിയമമില്ലല്ലോ. ഇവിടെ പതറിയാൽ തോറ്റുപോകുമെന്ന് മീനാക്ഷിയമ്മയ്ക്കറിയാം. അവർ നിമിഷങ്ങൾ കൊണ്ട് ധൈര്യം സംഭരിച്ചു. ഇത് കമ്പനി വസ്തുവല്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അതൊന്നും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ആണെന്ന് വേണമെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ. മീനാക്ഷിയമ്മ സെൽഫോൺ എടുത്ത് പ്രസാദിനെ വിളിച്ച് വിവരം പറഞ്ഞു. അവൻ അരമണിക്കൂറിനുള്ളിലെത്തി. അപ്പോഴേക്കും ജോലിക്കാർ 3 അടി പാതയ്ക്ക് ഇരുവശവും വേലിക്കെട്ടുന്ന ജോലി തീർത്തു കഴിഞ്ഞിരുന്നു. പ്രസാദ് തൊഴിലാളി നേതാവുമായി സംസാരിച്ചു. അയാൾ മുദ്രപത്രങ്ങളുടെ കുറേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ പ്രസാദിന് കൈമാറി. അത് വായിച്ചു നോക്കിയ പ്രസാദ് അന്താളിപ്പോടെ മീനാക്ഷിയമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. മീനാക്ഷിയമ്മ ഞെട്ടി. ഗോകുൽ തൻ്റെ പേരുള്ള സകല വസ്തുക്കളും മീരയ്ക്ക് കൈമാറിയിരിക്കുന്നു. വേലി കെട്ടിത്തിരിച്ച വസ്തുക്കളൊക്കെ ഇപ്പോൾ മീരയുടെ പേരിലാണ്. അവർക്ക് തലക്കറങ്ങി. തൻ്റെ മുറിയിൽ ഭദ്രമായി അലമാരിയിൽ വെച്ചിരുന്ന രേഖകൾ ഗോകുലിന് കിട്ടിയിരിക്കുന്നു. അല്ലാതെ അവൻ്റെ പേരിലുള്ള വസ്തുവകളെക്കുറിച്ചും ബാങ്ക് ബാലൻസിനെ കുറിച്ചൊന്നും അവൻ അറിയാനിടയില്ലല്ലോ. ആൻറ്റി. പ്രസാദ് അവരുടെ തോളിൽ തൊട്ടു. മീനാക്ഷിയമ്മ ഞെട്ടലിൽ നിന്ന് ഉണർന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആൻറ്റി. പോകാം. അത്രമാത്രം പറഞ്ഞിട്ട് മീനാക്ഷിയമ്മ തിരിച്ചു നടന്നു. അങ്ങനെ അങ്ങ് പോയാലോ? പെട്ടെന്നൊരു ശബ്ദം. അവർ തല ഉയർത്തി. ആളുകൾക്കിടയിൽ നിന്ന് അവർക്ക് മുന്നിലേക്ക് വടികുത്തി ഒരാൾ നീങ്ങി നിന്നു. കരുണാകരൻ. കഥ അറിയാതെ ആട്ടം കണ്ടുകൊണ്ടു നിന്ന ഈ ജനങ്ങൾ അറിയണ്ടേ എന്തൊക്കെയാണിതെന്ന്? യു മീനാക്ഷിയമ്മ അടിമുടി വിറച്ചു. കോപിച്ചിട്ടൊന്നും കാര്യമില്ല മീനാക്ഷിയമ്മേ. കരുണാകരൻ ചിരിച്ചു. 4 അണ ലാഭമില്ലാതിരുന്ന ഈ അച്ചാർ കമ്പനി ഇന്നത്തെ നിലയിലേക്ക് വളർന്നത് എൻ്റെയും വന്ദനയുടെയും മകൻ ഗോകുലിൻ്റെയും പണം കൊണ്ടല്ലേ? കേൾവിക്കാർ അമ്പരപ്പോടെ മീനാക്ഷിയമ്മയെ നോക്കി. കരുണാകരൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് അറിയണം എല്ലാം. അത്താഴത്തിന് വകയില്ലാത്ത ഒരുവളായിരുന്നു ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ സ്ത്രീ. ഗോകുലിനെ ഇവർ വളർത്തി എന്നത് ശരിയാണ്. പക്ഷേ കുട്ടിയായിരുന്ന അവൻ്റെ പേരിലുള്ള സ്വത്തായിരുന്നു ലക്ഷ്യം.
പക്ഷേ അവൻ്റെ പണം കൊണ്ട് സമ്പാദിക്കുന്നതിൻ്റെ പകുതിയെങ്കിലും അവൻ്റെ പേരിൽ ആയിരിക്കണമെന്ന് വ്യവസ്ഥ ഉണ്ടായിരുന്നതിനാൽ ഈ ഭൂമിയൊക്കെ അവൻ്റെ പേരിൽ ഇവർ തന്നെ വാങ്ങിച്ചതാണ്. അവൻ്റെ അച്ഛനായ എൻ്റെ കാൽ ഇവർ വെട്ടിപ്പിച്ചു. ഇപ്പോൾ നിരപരാധിയായ അവനെയും ഒരു കൊലക്കേസിൽ കുടുക്കി ജയിലിലാക്കി. അങ്ങനെയുള്ള ഇവരോട് ദയയുടെ ആവശ്യമുണ്ടോ? ജനങ്ങൾക്കിടയിൽ ഒരു നിശബ്ദത, പിന്നെ ഒരു മർമ്മരം. ചുടണം ഇവളെ. ആരെയും കൂസാത്ത പുച്ഛത്തോടെ മാത്രം വീക്ഷിക്കുന്ന മീനാക്ഷിയമ്മയോട് അവർക്കുള്ള അമർഷം പുറത്തു വരികയായിരുന്നു. അറുവാണിച്ചി, ഇവളാണോ പെണ്ണ്? പ്രായമായ ഒരു സ്ത്രീ കഴിച്ചുകൊണ്ടി. താൻ പരസ്യ വിചാരണ ചെയ്യപ്പെടുമെന്ന് മീനാക്ഷിയമ്മയ്ക്ക് തോന്നി. പ്രസാദിനെയും ഒരു ഭീതി ഗ്രസിച്ചു തുടങ്ങി. പോകാൻ വേണ്ടി അവൻ വല്ലവിധാനെയും അവരെ കാറിനരിയിലേക്ക് കൊണ്ടുപോയി. പിന്നിൽ ജനങ്ങൾ കൂക്കി വിളിച്ചു. അതിനിടയിലും കരുണാകരൻ്റെ ശബ്ദം അവർ കേട്ടു. ഒന്നും തീർന്നിട്ടില്ല, തുടങ്ങിയതേയുള്ളൂ ഞാൻ. മീനാക്ഷി അമ്മ കാറിൻ്റെ പിൻസീറ്റിലാണ് കയറിയത്. തൻ്റെ ബൈക്ക് അവിടെ വെച്ചിട്ട് പ്രസാദ് ഡ്രൈവറുടെ സീറ്റിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. പോലീസിൽ അറിയിച്ചാലോ ആൻറ്റി? ഇടയ്ക്ക് പ്രസാദ് തിരിഞ്ഞു നോക്കി. വേണ്ട. മീനാക്ഷി അമ്മ കണ്ണടച്ചിരുന്നു. കാർ ഗോകുലത്തിലെത്തിയപ്പോഴാണ് അവർ അനങ്ങിയത്. പ്രസാദ്, പിന്നിങ്ങോട്ട് വരണം, ഞാനൊന്ന് കിടക്കാൻ പോകുകയാ. ശരി ആൻറ്റി. അകത്തേക്ക് കയറാതെ തന്നെ പ്രസാദ് മടങ്ങി. സിറ്റൗട്ടിലേക്ക് കയറിയതും മുന്നിൽ മീരയെ കണ്ട് മീനാക്ഷിയമ്മ പകച്ചു. തികഞ്ഞ ഗൗരവമായിരുന്നു മീരയുടെ മുഖത്ത്. കമ്പനി മുറ്റത്തുണ്ടായതുപോലെ ഒരു സീൻ നാളെ ഈ മുറ്റത്തും ഉണ്ടാകും. അതുകൊണ്ട് കാർ നേരത്തെ പുറത്ത് എവിടെയെങ്കിലും ഇട്ടാൽ അത്യാവശ്യത്തിന് ഉപകരിക്കും. എടി, ചീറിക്കൊണ്ട് മീനാക്ഷിയമ്മ അവൾക്ക് നേരെ ചെന്നു. അനങ്ങരുത്, അവൾ കഴിച്ചുകൊണ്ടി. മീനാക്ഷിയമ്മ പകച്ചു. മീര പറഞ്ഞു, എൻ്റെ മുന്നിൽ നിങ്ങൾക്ക് പുഴുത്തളിഞ്ഞ ഒരു തെരുവ് പട്ടിയുടെ സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കൈ നിവർത്ത് ആ കരണത്തൊന്ന് തരാനും ഞാൻ മടിക്കത്തില്ല. മീനാക്ഷിയമ്മ ശില പോലെ നിന്നു. മീര വെട്ടിത്തിരിഞ്ഞു നടന്നു. രാത്രി കമ്പനിയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സാജനും ശരത്തും മുകൾ നിലയുടെ സിറ്റൗട്ടിൽ ഇരിക്കുകയായിരുന്നു. ഗേറ്റിൽ ഒരു ബൈക്കിൻ്റെ വെളിച്ചം തൊട്ടൊഴിയുന്നതും പ്രസാദ് മുറ്റത്തേക്ക് വരുന്നതും അവർ കണ്ടു. നാളെ ഈ മുറ്റത്തും മുള്ളുവേലി കെട്ടുക, അതേക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ചേട്ടാ, ശരത് പറഞ്ഞു. സാജൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വീടിന് മുന്നിൽ മുള്ളുവേലി വരുന്നത് ഭാവനയിൽ കാണുകയായിരുന്നു അവൻ. ഒന്നും ചിന്തിച്ച് വെറുതെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ശരത്തെ, ഒക്കെ അമ്മയുടെ ആർത്തിയുടെ ഫലമാണ്. അതേടാ, ഇപ്പോൾ കുറ്റം മുഴുവൻ എനിക്കായി. പിന്നിൽ നിന്ന് മീനാക്ഷിയമ്മയുടെ ഒച്ച. ഇരുവരും തിരിഞ്ഞു നോക്കി. മീനാക്ഷിയമ്മയും പ്രസാദും. സാജനും ശരത്തും വിളറിപ്പോയി. മീനാക്ഷിയമ്മ അവർക്കരിയിലേക്ക് വന്നു. ഇരുവരും എഴുന്നേറ്റ് കൈവരിയിൽ പിടിച്ചു നിന്നു. രോഷത്തോടെ കസേര നീക്കിയിട്ട് മീനാക്ഷിയമ്മ അതിലിരുന്നു. അമ്മ ആർത്തിക്കാരി തന്നെയാ, സമ്മതിച്ചു. പക്ഷേ ആർത്തി ഇല്ലായിരുന്നെങ്കിൽ നീയൊന്നും ഈ നിലയിൽ എത്തില്ലായിരുന്നു, മറക്കണ്ട. ഇരുവരും മിണ്ടിയില്ല. നമ്മൾ വെറുതെ അതുമിതം പറഞ്ഞ് പഴിച്ചാരിയിട്ട് കാര്യമില്ല, പ്രസാദ് സംസാരിച്ചു. നാളെ ഈ തറവാടിന് മുന്നിൽ വേലി ഉണ്ടാകരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. എന്താലോചിക്കാൻ? മീനാക്ഷിയമ്മ പറഞ്ഞു. കൊന്നു കുഴിച്ചു മുടണം അവളെ, ആ മൂശേട്ടയെ. ആൻറ്റി, ഈ കോപം ഇനിയെങ്കിലും നടക്ക്. കൊല്ലാനൊന്നും ഏതായാലും പറ്റില്ലല്ലോ. പ്രസാദ് അവരെ മൂവരെയും മാറി മാറി നോക്കി. പിന്നെ ഞാനും മക്കളും അവളുടെ കാലിൽ വീണ് യാചിക്കണോടാ? വേലി കെട്ടരുതെന്ന് പറഞ്ഞ് മീനാക്ഷിയമ്മ പല്ലു ഞെറുമ്മി. അങ്ങനെ ചെയ്യുകയെ മാർഗമുള്ളെങ്കിൽ ചെയ്യണം. പ്രസാദേ, ആൻറ്റി, അവൻ അവർക്കരികിലിരുന്നിട്ട് അന്വയിപ്പിക്കും പോലെ സംസാരിച്ചു. ഇവിടെ മുള്ളുവേലി കെട്ടിത്തിരിച്ചാൽ അതിൻ്റെ നാണക്കേട് ആർക്കാം? അത് ഒഴിവാക്കാൻ വേണ്ടി അല്പം താഴേണ്ടി വന്നതുകൊണ്ട് കുറച്ചിലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രസാദ് പറയുന്നതിലും കാര്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നി. അല്പനേരത്തെ മൗനം. തൻ്റെ അഭിപ്രായത്തോട് അവർ യോജിക്കുകയാണെന്ന് പ്രസാദിന് തോന്നി. വേറെ മാർഗമൊന്നുമില്ലടാ, മീനാക്ഷിയമ്മ പരാജയപ്പെടുന്നത് പോലെ തിരക്കി. എൻ്റെ ബുദ്ധിയിൽ ഒന്നും കാണുന്നില്ല. കുറേ നേരം കൂടി അവർ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. പിന്നെ അത് തീരുമാനിച്ച മട്ടിൽ എഴുന്നേറ്റു. കുഞ്ഞിനെ ഉറക്കിയിട്ട് മീരയും കിടക്കാൻ ഭാവിക്കുമ്പോഴാണ് വാതിലിൽ മുട്ടുന്നത് കേട്ടത്. നെറ്റിയൊന്ന് ചൂഴിച്ചിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ മീനാക്ഷിയമ്മയും സാജനും ശരത്തും. എന്താ? അവരുടെ വരവ് ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ മീര തിരക്കി. സാജനാണ് സംസാരിച്ചത്. വേലി കെട്ടി ഈ തറവാടിന് മാനക്കേടുണ്ടാക്കരുതെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. പറയാനോ അതോ അപേക്ഷിക്കാനോ? മീരയുടെ കണ്ണുകൾ കുറുകി. ആർക്കും ഉത്തരമില്ല. മീര തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഈ തറവാടിന് എന്ത് മാനമാണുള്ളത്? വഞ്ചകിയായ ഒരമ്മയും അവരുടെ മക്കളും താമസിക്കുന്ന ഒരു പ്രേതാലയം. മീര പുച്ഛിച്ചു. അവളുടെ മുന്നിലേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ അവർക്ക് തോന്നി. മീര തുടർന്നു. നിങ്ങൾ വന്നത് യാചിക്കാനാണെന്ന് ഈ മുഖത്തു നിന്ന് തന്നെ എനിക്ക് വായിക്കാൻ കഴിയും. പക്ഷേ അത് തുറന്നു പറയാൻ നിങ്ങളുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ല, ശരിയല്ലേ? അതിനും അവർക്ക് മറുപടിയില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഭർത്താവ് കൂടി താമസിച്ചു പോയില്ലേ ഈ പ്രേതാലയത്തിൽ, അതിൻ്റെ ഒരു നന്ദിയാണെന്ന് കൂട്ടിക്കോ. തൽക്കാലം ഞാൻ ഇവിടെ വേലി കെട്ടുന്നില്ല. പറഞ്ഞതും അവൾ വാതിൽ വലിച്ചടച്ചു. 15-ാം തീയതി ഗോകുലിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി. അവനുവേണ്ടി കരുണാകരൻ സമർത്ഥനായ ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നു. ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലും 50,000 രൂപയുടെ ബോണ്ടിന്മേലും ഗോകുലിനെ കോടതി ജാമ്യം അനുവദിച്ചു. പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു കരുണാകരനും മീരയും. അവൻ അവർക്കടുത്തെത്തി. വല്ലാതെ ക്ഷീണിതനായിരുന്നു ഗോകുൽ. അച്ഛാ, അവൻ കരുണാകരനെ തൻ്റെ നെഞ്ചോട് ചേർത്തു. മോനെ, അയാളുടെ മനസ്സ് ആർദ്രമായി. നീ കുറ്റവാളിയല്ലെന്ന് ഈ കോടതിയിൽ വെച്ച് തന്നെ അച്ഛൻ തെളിയിക്കും, തീർച്ച. മെല്ലെ അയാളിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഗോകുൽ മീരയെ നോക്കി.
അമ്മ നിന്നെ നിർത്തി പൊരിക്കുകയായിരിക്കും അല്ലേ? ഇപ്പോൾ ഞാനാണ് ഗോകുൽ അവിടെ എല്ലാവരെയും പൊരിക്കുന്നത്. അവൾ ചിരിച്ചു. എങ്ങനെ? പോകും വഴി വിശദമായിട്ട് പറയാം. അവർ കരുണാകരൻ്റെ കാറിൽ കയറി. ഗോകുൽ മീരയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി തൻ്റെ മടിയിൽ വെച്ചു. ദാസപ്പൻ കാർ സ്റ്റാർട്ട് ചെയ്തു. ഗോകുലത്തിൽ അവരെ ഇറക്കിയിട്ട് കരുണാകരൻ മടങ്ങി. മീര വേലി കെട്ടിച്ചതിന് ശേഷം മീനാക്ഷിയമ്മ കമ്പനിയിൽ പോയിരുന്നില്ല. ഗോകുൽ നേരെ അവരുടെ മുന്നിലെത്തി. എനിക്ക് ജാമ്യം കിട്ടി. പക്ഷേ എൻ്റെ മുറിയിൽ ചോരപ്പുരണ്ട സാധനങ്ങൾ വന്നത് എങ്ങനെയെന്ന് തെളിയിക്കാതെ ഞാൻ അടങ്ങില്ല. അതിന് ഞാനെന്ത് വേണം? മീനാക്ഷിയമ്മ മുഖം വെട്ടിച്ചു. അതൊക്കെ മനസ്സിലായിക്കോളും, അവൻ കടുപ്പിച്ച് പറഞ്ഞു. പിറ്റേന്ന് രാത്രിയിൽ പ്രസാദ് അടുത്ത ചില ബന്ധുക്കൾക്കൊപ്പം ശർമിളയുടെ വീട്ടിൽ പുടവ കൊടുത്തിട്ട് മടങ്ങി വരികയായിരുന്നു. നാളെയാണ് വിവാഹം. പ്രസാദിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. പട്ടണത്തിലെത്തിയപ്പോൾ അവൻ കാറിൽ നിന്നിറങ്ങി മറ്റുള്ളവരെ പറഞ്ഞയച്ചു. തിടുക്കത്തിൽ പ്രസാദ് ഹോട്ടൽ നവരത്നയുടെ 15-ാം നമ്പർ റൂമിൻ്റെ വാതിലിൽ തട്ടി. പിന്നെ ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചു. വാതിൽ തുറക്കപ്പെട്ടു. അടുത്ത നിമിഷം പിന്നിൽ നിന്നാരോ അവനെ അകത്തേക്ക് തള്ളിയിട്ട് വാതിൽ വലിച്ചടച്ചു. തറയിൽ വീണ പ്രസാദ് മുഖമുയർത്തിയപ്പോൾ ആദ്യം കണ്ടത് ക്രച്ചസ് തറയിൽ ഊന്നി നിൽക്കുന്ന കരുണാകരനെയാണ്. എന്ത് തോന്നിയാസമാണ് നിങ്ങൾ കാണിക്കുന്നത്? ശബ്ദം ഉയർത്തി അവൻ ചാടി എണീറ്റു. കരുണാകരൻ മെല്ലെ ചിരിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. രാജീവ് കൊല്ലപ്പെടുന്നതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ പക്കലുണ്ടെന്നും ഈ മുറിയിലേക്ക് വന്നാൽ കാണിക്കാമെന്നും ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ആരാണെന്ന് പോലും തിരക്കാതെ നീ ഓടി വന്നു. എന്താ അതിൻ്റെ കാരണം? അത് പിന്നെ അവൻ ശരിക്കും പതറിപ്പോയി. എങ്കിലും പറഞ്ഞൊപ്പിച്ചു. ഗോകുൽ നിരപരാധിയാണെങ്കിൽ അവനെ രക്ഷിക്കണമെന്ന് കരുതി. ഇത്തവണ കരുണാകരൻ ഉറക്കെ ചിരിച്ചു. നീ സൂത്രശാലിയായ ഒരുവനാണെന്ന് എനിക്കറിയാം. മറ്റു പലരും അത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടേയില്ല. നാളെ നിൻ്റെ വിവാഹമല്ലേ? ഈ രൂപത്തിൽ തന്നെ മണ്ഡപത്തിൽ എത്തണമെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായ മറുപടി തന്നിരിക്കണം. ഭീഷണിയാണോ? അതെ. ശബ്ദം കേട്ടത് പിന്നിൽ നിന്നാണ്. അവൻ തിരിഞ്ഞു നോക്കി. 4 തടിമാടന്മാർ. പ്രസാദ് ശരിക്കും ഭയന്നു പോയി. ചോദ്യം. കരുണാകരൻ പറഞ്ഞു. എന്തിനാണ് നീ രാജീവിനെ കൊന്നതും ഗോകുലിൻ്റെ മുറിയിൽ ചോര പുരണ്ട തെളിവുകൾ കൊണ്ടുവച്ചതും? ഞാനല്ല രാജീവിനെ കൊന്നത്, അവൻ വിക്കി. പിന്നെ ആരാ? അതെനിക്കറിയില്ല. അടുത്ത നിമിഷം പിന്നിൽ നിന്ന് ഒരു മടക്കിയ കൈമുട്ട് അവൻ്റെ പുറത്ത് ഇടിച്ചിറങ്ങി. അയ്യോ! അലറിക്കൊണ്ട് വായ തുറന്നു പോയി പ്രസാദ്. മിണ്ടരുത്. ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കല്ലാതെ വായ തുറക്കരുത്. കരുണാകരൻ ക്രച്ചസ് ചൂണ്ടി. തടിയന്മാരിൽ ഒരാൾ പ്രസാദിൻ്റെ കയ്യിൽ പിടിച്ച് ഒരു കൊടിൽ വിരലുകളിൽ അമർത്തിപ്പിടിച്ചു. നാളെ മിന്നുകെട്ടേണ്ട നിൻ്റെ കൈവിരലുകൾ ഞാനിങ്ങ് ഒടിച്ചെടുക്കുകയാണ്. പറ, രാജീവിനെ കൊന്നത് ആരാ? ഞാനാ, അവൻ സമ്മതിച്ചു. മീനാക്ഷി ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ. ഓക്കെ. കരുണാകരൻ തലയാട്ടി. ഗോകുലിനെയും മീരയെയും ഒരു ചതിവിലൂടെ വിവാഹം നടത്തിച്ചതും നീയല്ലേ? പ്രസാദിൻ്റെ മുഖം കുരിഞ്ഞു. വാ തുറന്നു പറയടാ. കൊടിൽ ഒന്നുകൂടി അമർന്നു. അതെ. ഗോകുലിനോട് നിനക്കെന്താ ഉള്ളിൽ ഇത്ര പക തോന്നാൻ? ശർമിളയെ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. അവൾ ഗോകുലുമായി അടുത്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കരുണാകരൻ പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പ്രസാദ് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടും. ഉറക്കം വരാതെ ഗോകുൽ എഴുന്നേറ്റ് ലൈറ്ററാ തന്നെ അവൻ ജനാലയ്ക്ക് അടുത്തെത്തി. അത് തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു. നേരത്തെ നാട്ടുവെളിച്ചത്തിൽ മഞ്ഞിൻ്റെ പുതപ്പണിഞ്ഞ ഭൂമി. സാഗരത്തിൽ ഇപ്പോൾ വിവാഹത്തിൻ്റെ ബഹളമായിരിക്കും, അവൻ ഓർത്തു. മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ശർമിള. അവൾ നാളെ മുതൽ പ്രസാദിൻ്റെ ഭാര്യ. ഓർക്കുമ്പോൾ തന്നെ ചങ്കു പൊടിയുന്നു, ശ്വാസം മുട്ടുന്നു. തോളിൽ ഒരു കൈ അമർന്നു. ഗോകുൽ തല മാത്രം തിരിച്ചു നോക്കി. ഇരുട്ടായിട്ടും വൈരങ്ങൾ പോലെ തിളങ്ങുന്ന മീരയുടെ കണ്ണുകൾ കണ്ടു. ശർമിളയെക്കുറിച്ചാണ് ഓർക്കുന്നത് അല്ലേ? അവൻ മിണ്ടിയില്ല. അവൾ തുടർന്നു. എനിക്കറിയാം. പക്ഷേ ഒന്നോർത്തോണം ഗോകുൽ, ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ആ ആളുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്നും ആരോടൊത്താണ് ജീവിക്കേണ്ടതെന്നുമൊക്കെ ദൈവം കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കും. ശർമിളയെ പ്രസാദിനാണ് വിധിച്ചിരിക്കുന്നത്. മീര പറഞ്ഞ അത്രയും കേട്ടുകൊണ്ട് മറുപടികളില്ലാതെ ഇരുട്ടിൽ ഗോകുൽ നിശ്ചലമിരുന്നു. സാഗരത്തിൽ തൻ്റെ മുറിയിൽ ഉറക്കമില്ലാതെ കിടക്കുകയായിരുന്നു ശർമിള. നാളെ പ്രസാദുമായി തൻ്റെ വിവാഹമാണെന്ന് സങ്കല്പിക്കാനേ കഴിയുന്നില്ല. അതിൻ്റെ ഒരു കാരണം അവനെ താൻ ഒരിക്കലും ഭർത്താവ് സ്ഥാനത്ത് സങ്കല്പിച്ചിട്ടില്ല എന്നതാണ്. മറ്റൊരു കാരണം തന്നെ മുഴുവനായി ഗോകുലിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു എന്നതാണ്. ശർമിള ദീർഘമായി നിശ്വസിച്ചു. തറയിൽ വിരിച്ച മെത്തയിൽ കിടക്കുകയായിരുന്ന അംബിക തല ഉയർത്തി. നീ ഇനിയും ഉറങ്ങിയില്ലേ മോളെ? ശർമിളയിൽ നിന്ന് ഒരു തേങ്ങലായിരുന്നു മറുപടി. അംബിക എഴുന്നേറ്റ് മകൾക്കരികിൽ കിടക്കയിലിരുന്നു. മോളെ കുറിച്ചെങ്കിലും ഉറങ്ങ്. നാളെ മണ്ഡപത്തിലിരിക്കുന്ന നിന്റെ ഭാവം കണ്ടാൽ ആൾക്കാർ എന്തു വിചാരിക്കും? ആൾക്കാർ വിചാരിക്കാനുള്ളതൊക്കെ നേരത്തെ വിചാരിച്ചു കഴിഞ്ഞമ്മേ. പിന്നെ ഞാൻ ഇനിയും ഒരാത്മഹത്യ ശ്രമം നടത്തുമെന്ന് കരുതി അമ്മ ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ മനസ്സുകൊണ്ട് ചത്തതാണമ്മേ. നാളെ നടക്കാൻ പോകുന്നത് എൻ്റെ ചത്ത ശരീരത്തിൻ്റെ വിവാഹവുമാണ്. മോളെ, അംബിക കരഞ്ഞുകൊണ്ട് ശർമിളയെ ചേർത്ത് പിടിച്ചു. നേരം പുലർന്നപ്പോൾ മുതൽ വിവാഹത്തിന് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു മീനാക്ഷി അമ്മ. അവരുടെ ക്രൂരമായ ഒരു സ്വപ്നം കൂടിയായിരുന്നു ശർമിളയെ ഗോകുലിന് കിട്ടാതിരിക്കുക എന്നുള്ളത്.
ഗോകുൽ മുറിയിൽ നിന്നിറങ്ങി സിറ്റൗട്ടിൽ വന്നിരുന്നു. മീര അവന് കാപ്പി കൊണ്ടുവന്നു കൊടുത്തു. പറയാൻ പാടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗോകുൽ? അവൻ ചോദ്യഭാവത്തിൽ മുഖമുയർത്തി. ഗോകുൽ, ശർമിളയുടെ വിവാഹത്തിന് പോകണം. ഞാനോ? അതെ. എന്താ കുഴപ്പം? ഗോകുലിനെ പരാജയപ്പെടുത്തിയെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയായിരുന്നെന്ന് അവർക്ക് തോന്നണം. ഒന്നും മിണ്ടാതെ ഗോകുൽ ഇളം വെയിലത്തേക്ക് നോക്കിയിരുന്നു. ഗോകുൽ, മീര വിളിച്ചു. നീ പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ എനിക്കങ്ങനെ പോകാൻ സാധിക്കില്ല മീരെ. അവൻ്റെ ശബ്ദം ചിലമ്പി. അപ്പോൾ മീനാക്ഷിയമ്മ അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വന്നു. സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് അവർ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. സാജ, ശരത്തെ, അമ്മയങ്ങോട്ട് പോകുകയാ. നിങ്ങളങ്ങ് വന്നാൽ മതി. അകത്തുനിന്നും പ്രതികരണം ഒന്നും കേട്ടില്ലെങ്കിലും സ്വയം പറഞ്ഞുകൊണ്ട് മീനാക്ഷിയമ്മ ഇറങ്ങിപ്പോയി. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളെ ഗുണം പിടിക്കത്തുള്ളൂ. ഗോകുലോ മീരയോ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. മീനാക്ഷിയമ്മ കാറിൽ കയറി ഓടിച്ചു പോയി. ഗോകുൽ, ഞാൻ ഏതായാലും കല്യാണത്തിന് പോകുന്നുണ്ട്. പ്രസാദ് എന്നെ പ്രത്യേകം ക്ഷണിച്ചതാ. അവൻ്റെ മുഖം കറുത്തു. അത് കണ്ട് മീര ചിരിച്ചു. എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം ഗോകുൽ. എന്തിന്? അതൊക്കെ മനസ്സിലായിക്കോളും. അവൾ ചിരിച്ചു. സാകേതം. അതിഥികളൊക്കെ എത്തിക്കഴിഞ്ഞു. വൈകാതെ വരനും പാട്ടിയും വന്നു. അവരെ പന്തലിലേക്ക് സ്വീകരിച്ചിരുത്താൻ മീനാക്ഷിയമ്മ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മീര കസേരയിലിരിക്കുകയാണ്. കുഞ്ഞ് യാതൊരു വഴക്കുമില്ലാതെ മടിയിലുണ്ട്. വിവാഹ മുഹൂർത്തമായി. ശർമിള മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. മീര അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. പട്ടിലും ആഭരണത്തിലും പൊതിഞ്ഞിരിക്കുകയാണെങ്കിലും ആ മുഖം മ്ലാനമായിരുന്നു. പയ്യാൻ വെമ്പി നിൽക്കുന്ന പോലെയുള്ള കണ്ണുകൾ. എല്ലാവരെയും തൊഴുതിട്ട് അവൾ മണ്ഡപത്തിലിരുന്നു. പ്രസാദിനെയും പൂജാരി അവിടേക്ക് വിളിച്ചു വരുത്തി. അവൻ്റെ മുഖത്ത് ആകെ ഒരു പരിഭ്രമം മീര കണ്ടു. നാദസ്വരമേളം തുടങ്ങി. പെട്ടെന്നാണ് മുറ്റത്തിനടുത്ത് ഒരു പോലീസ് ജീപ്പും പിന്നിൽ ഒരു കാറും വന്നു നിന്നത്. കാറിൽ നിന്ന് കരുണാകരനും ഗോകുലും ശിവരാജനും ഇറങ്ങി. ജീപ്പിൽ നിന്ന് CIയും വനിതാ പോലീസുകാർ അടക്കമുള്ള ഒരു സംഘവും. കസേരകൾക്കിടയിലൂടെ അവർ മണ്ഡപത്തിന് മുന്നിലെത്തി. നിർത്ത്, CI പറഞ്ഞു. മേളം നിലച്ചു. ശ്മശാന തുല്യമായ ഒരു മൂകത അവിടെ വ്യാപിച്ചു. ആളുകൾ അമ്പരപ്പോടെ പരസ്പരം നോക്കി. സന്ദീപിൻ്റെ നെറ്റി കുറുകി. എന്താ സാർ ഇത്? ഭാസ്കരൻ CIയുടെ മുന്നിൽ ഓടിയെത്തി. ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് മിസ്റ്റർ പ്രസാദിനെ അറസ്റ്റ് ചെയ്യണം. താലിക്കെട്ട് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള സാവകാശം നിങ്ങൾക്ക് തരാം. പ്രസാദ് വിയർത്തു കുളിച്ചു. ഭാസ്കരനും സന്ദീപും അംബികയും മീനാക്ഷിയമ്മയും എല്ലാം തരിച്ചു നിന്നു. എന്തു വേണം? CIയുടെ ശബ്ദം അവരെ ഉണർത്തി. മറുപടി നൽകിയത് മീനാക്ഷിയമ്മയാണ്. പ്രസാദ് കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ലേ ഭാസ്കര? അല്ലെങ്കിൽ തന്നെ ഏതു കൊലക്കേസുമായാണ് അവന് ബന്ധം? CI മീനാക്ഷിയമ്മയെ സൂക്ഷിച്ചൊന്ന് നോക്കി. രാജീവ് എന്നൊരാളെയാണ് ഇവൻ കൊന്നത്. നോ. സന്ദീപ് കിടുങ്ങിപ്പോയി. എല്ലാവരിലും കടുത്ത ഞെട്ടൽ. എന്തു വേണം? CI പിന്നെയും തിരക്കി. അതിനു മുമ്പൊരു കാര്യം. ശബ്ദം കേട്ടിടത്തേക്ക് എല്ലാവരും തിരിഞ്ഞു. മീര. അവൾ തുടർന്നു. ഭാരതത്തിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നതാണ് ഹിന്ദു ആചാരപ്രകാരമുള്ള നിയമം. അങ്ങനെയാണെങ്കിൽ പ്രസാദിനെ ശർമിളയെ വിവാഹം ചെയ്യാനുള്ള അർഹതയില്ല. അത് തീരുമാനിക്കുന്നത് നീയാണോടി? മീനാക്ഷിയമ്മ അവൾക്ക് നേരെ കയർത്തു. അതെ. ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ഞാനാണ് പ്രസാദിൻ്റെ ആദ്യ ഭാര്യ. നിയമപ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തിട്ടില്ലെങ്കിലും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഇവനാണ്. അത് സത്യമാണോ എന്ന് തെളിയിക്കാൻ ഈ രാജ്യത്തിപ്പോൾ ധാരാളം ടെസ്റ്റുകളുണ്ട്. പ്രസാദ് ശബ്ദിക്കാൻ പോലും കഴിയാതെ ഇരുന്നു പോയി. മീര തുടർന്നു. ഞാൻ പറയുന്നത് കളവാണെങ്കിൽ പ്രസാദ് പറയട്ടെ. എല്ലാവരും അവനെ നോക്കി. അവന് മിണ്ടാട്ടമില്ല. നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഭാസ്കരൻ പറഞ്ഞു. പറയാം. അവളുടെ വാക്കുകൾക്കായി ജനം കാതോർത്തു. ഞാനും ദേവനുമായി ഇഷ്ടത്തിലായിരുന്നു. പ്രസാദ് വഴിയാണ് ദേവൻ എനിക്ക് കത്തുകൾ തന്നിരുന്നത്. ദേവൻ നാട്ടിൽ വരുമ്പോൾ ഒളിച്ചോടാൻ ഞങ്ങൾ തീരുമാനിച്ചു. അന്നൊരു രാത്രിയിൽ ഇവൻ എൻ്റെ അടുത്ത് വന്നു. അടുത്ത മാസം ദേവൻ നാട്ടിൽ വരുന്നെന്ന് പറയാൻ. മീര ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കുകയായിരുന്നു ഒക്കെ. വീടിന് പിന്നിൽ വച്ചായിരുന്നു ഞങ്ങളുടെ സംസാരം. അവിടെ വെച്ച് ഇവൻ എന്നെ. മീര ഒന്ന് തേങ്ങി. വിവരം ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും എന്നായിരുന്നു ഇവൻ്റെ ഭീഷണി. ഗോകുലിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെയും ദേവൻ്റെയും വിവാഹം നടത്താൻ പദ്ധതി ഒരുക്കിയതും ഞങ്ങളെ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം നടത്തിച്ചതും ഇവൻ്റെ ബുദ്ധിയായിരുന്നെന്ന് എനിക്കറിയാം. പിന്നീട് മീനാക്ഷിയമ്മ ഞങ്ങളെ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്തിച്ചു. ആ രാത്രിയിലാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള വിവരം അറിയുന്നത്. എല്ലാവരും മീരയുടെ വാക്കുകൾ കേട്ട് നിൽക്കുകയാണ്. സന്ദീപ് പല്ല് ഞെരിച്ചു. മീര പിന്നെയും പറഞ്ഞു. വീട്ടിലേക്ക് എനിക്ക് മടങ്ങാൻ കഴിയുമായിരുന്നില്ല. തൽക്കാലത്തേക്ക് എനിക്കൊരു ഷെൽട്ടർ, അതുമാത്രമായിരുന്നു ഗോകുലം. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരെന്ന് ഞാൻ ഗോകുലിനോട് പോലും പറഞ്ഞിട്ടില്ല. ഒരു സഹോദരിയോടെന്ന വണ്ണമല്ലാതെ ഗോകുൽ എന്നോട് പെരുമാറിയിട്ടില്ല. എല്ലാം കേട്ടിരുന്ന ശർമിളയിൽ നിന്നൊരു വിങ്ങൽ. അവൾ ചാടിയെഴുന്നേറ്റ് തിരിഞ്ഞോടി. മോളെ. അംബിക പിന്നാലെ പോയി. സന്ദീപ് തളർച്ചയോടെ ഒരു കസേരയിലിരുന്നു. CI പോലീസുകാരുടെ നേരെ നോക്കി. കണ്ണുകൾ കൊണ്ട് ഒരടയാളം കാണിച്ചു. പ്രസാദ് അറസ്റ്റിലായി. അവൻ മീരയെ ഒന്ന് നോക്കി. അവൾ പുഞ്ചിരിച്ചു. എനിക്ക് തൃപ്തിയായി. കുട്ടി നിൻ്റേതാണെങ്കിലും ഞാൻ ഇവളെ വളർത്തും. അവൾ തിരിഞ്ഞു നടന്നു. ഗോകുലൻ ശിവരാജൻ മുന്നോട്ട് വന്നു. അയാളെ കണ്ട് മീനാക്ഷിയമ്മ ഒന്ന് പരുങ്ങി.
എനിക്കിഷ്ടമുള്ള ഒരു രംഗത്തിന് സാക്ഷിയാകാൻ വേണ്ടിയാണടി ഞാൻ വന്നത്. എന്ത് രംഗം? അവർ നെറ്റി ചുളിച്ചു. നിനക്ക് പണ്ടേ കിട്ടേണ്ടതാണ്. അപ്പോഴേക്കും വനിതാ പോലീസ് അവരുടെ കൈക്ക് പിടിച്ചു. നടക്ക് തള്ളേ. എന്തിന്? കൊലക്കേസ് പോലെ തന്നെയാണ് പ്രേരണ കേസും. കരുണാകരനാണ് പറഞ്ഞത്. മീനാക്ഷി അമ്മയുടെ തല കുനിഞ്ഞു. താൻ കുടുങ്ങിക്കഴിഞ്ഞെന്ന് അവർക്ക് ബോധ്യമായി. കരുണാകരൻ്റെ കാർ ഗേറ്റ് കടന്നു വന്നപ്പോൾ ഗോകുൽ സിറ്റൗട്ടിലുണ്ടായിരുന്നു. ആദ്യം ഇറങ്ങിയത് കരുണാകരനാണ്. അതിന് പിന്നാലെ കുഞ്ഞിനെയും കൊണ്ട് മീര, പിന്നെ ശർമിള. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഗോകുലിന്. ഒരിക്കൽ താൻ സമ്മാനിച്ച മോതിരം മടക്കി തന്നിട്ട് പോയവൾ. ശർമിള അവനെ നോക്കി പുഞ്ചിരിച്ചു. കാറിൻ്റെ മുൻസീറ്റിൽ നിന്ന് ശിവരാജനും ഇറങ്ങി. അപ്പോഴേക്കും കരുണാകരൻ ക്ലച്ചസൂന്നി ശർമിളയെയും കൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു. എല്ലാവരും വാക്കുകളില്ലാതെ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുമ്പോൾ മീര ശർമിളയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.